ഹായ് ഓൾ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ചാപ്റ്റർ 6 നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം ആണ്. ഇതൊരു എക്സാം ഓറിയന്റഡ് വീഡിയോ ആണ്. ഇത് കാരണം തിയറി വളരെ ഷോർട്ടായിട്ടാണ് പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള തിയറി മാത്രമേ പറയുന്നുള്ളൂ. കുറച്ച് തിയറി പഠിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ആ തിയറിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവുക. അപ്പോൾ നിങ്ങൾക്കിപ്പം ഒന്നും തന്നെ ഈ ചാപ്റ്ററിനെ പറ്റി അറിയത്തില്ലെങ്കിലും പറഞ്ഞു പോകുന്നുണ്ട്. നിങ്ങൾ തിയറി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പം കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പം നിങ്ങൾക്ക് തന്നെ സോൾവ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. വീഡിയോ പോസ് ചെയ്യുക, മനസ്സിലാക്കണമെങ്കിൽ വീഡിയോ പോസ് ചെയ്യുക, നോട്ട്സ് എഴുതിയെടുക്കാം, വീഡിയോ പോസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നെ വർക്കൗട്ട് ചെയ്യാം, എന്നിട്ട് ആൻസർ വരുന്നത് കറക്റ്റ് ആണോ എന്ന് ചെയ്തു പോവുക. അങ്ങനത്തെ ഒരു രീതിയിൽ വേണം നമ്മൾ പഠിച്ചു പോകാൻ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കാർബണിനെ പറ്റി പഠിക്കാം. കാരണം കാർബൺ കോമ്പൗണ്ട്സ് ആണ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. കാർബണിന്റെ വാലൻസി എന്ന് പറഞ്ഞാൽ 4 ആണ്. എന്ന് വെച്ചാൽ കാർബണിന്റെ ചുറ്റും എപ്പോഴും 4 ബോണ്ടുകളുണ്ട്. ഒന്നെങ്കിൽ ഇങ്ങനെ ആവാം, 4 സിംഗിൾ ബോണ്ട്സ്, അല്ലെങ്കിൽ ഒരു ഡബിൾ ബോണ്ട്, 2 സിംഗിൾ ബോണ്ട്, അല്ലെങ്കിൽ 2 ഡബിൾ ബോണ്ട്, അല്ലെങ്കിൽ ഒരു ട്രിപ്പിൾ ബോണ്ട്, ഒരു സിംഗിൾ ബോണ്ട്. ഇവിടെ എല്ലാം എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം കാർബണിന്റെ ചുറ്റും എപ്പോഴും 4 ബോണ്ട്സ് ആണുള്ളത്. അതിന്റെ അർത്ഥം കാർബണിന്റെ വാലൻസി 4 ആണ്. കാരണം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ആണ് കാർബൺ ഉള്ളത്. കാർബൺ കോവാലന്റ് ബോണ്ട്സ് ആണ് ഫോം ചെയ്യുന്നത്. പിന്നെ കാർബണിന്റെ ഒരു ഹൈ അബിലിറ്റി ഉള്ളത് കാറ്റനേഷൻ ആണ്. അത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നൊരു പോയിന്റ് ആണ് കാറ്റനേഷൻ. അത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. കാറ്റനേഷൻ എന്ന് പറഞ്ഞാൽ കാർബൺ 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 ഇങ്ങനെ ലോങ് ചെയിൻസ് ഓഫ് കാർബൺ ഫോം ചെയ്യാൻ പറ്റും കാർബണിന്റെ കൂടെ തന്നെ. അതിനെയാണ് നമ്മൾ കാറ്റനേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ 2 കാരണങ്ങൾ കാരണം ആൻഡ് പല രീതിയിൽ ബോണ്ടിങ് ഫോം ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് കാർബൺ കോമ്പൗണ്ട്സ് വളരെയധികം വേഴ്സറ്റൈൽ ആണ്. എക്സ്റ്റെൻസീവ് ആയിട്ട് നമുക്ക് നേച്ചറിൽ കാണാൻ പറ്റും. അതുകൊണ്ട് കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ച് തന്നെ ഓർഗാനിക് കെമിസ്ട്രി എന്നാണ് അറിയപ്പെടുന്നത്. കാർബൺ കോമ്പൗണ്ട്സിനെ പറ്റി പഠിക്കാൻ വേണ്ടി നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത് കുറച്ച് സ്ട്രക്ചേഴ്സ് ആണ്. നിങ്ങൾ ഈ സ്ട്രക്ചേഴ്സിന്റെ പേരോ വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. നേരത്തെ പഠിച്ചത് എന്താണ്? കാർബണിന്റെ വാലൻസി 4 ആണ്. ഇതിലെല്ലാം നോക്കിയേ, കാർബണിന്റെ വാലൻസി 4 അല്ലേ? എല്ലാ കാർബൺ ഈ കാർബൺ ആറ്റം 1 2 3 4 4 ബോണ്ട് കാണിക്കുന്നുണ്ട്. ഈ കാർബൺ ആറ്റവും 1 2 3 4. ഈ കാർബൺ ആറ്റവും 1 1 2 3 4. ഈ കാർബൺ ആറ്റവും 1 2 3 4. ഈ കാർബൺ ആറ്റം 1 2 3 4. അതേപോലെ ഈ കാർബൺ ആറ്റവും 1 2 3 4. കാർബൺ കോമ്പൗണ്ട്സിൽ വാലൻസി 4 ആണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിരുന്നു. കണ്ടൻസ്ഡ് ഫോർമുല എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാം. കണ്ടൻസ്ഡ് ഫോർമുല എഴുതാൻ നമ്മൾ ആദ്യത്തെ ആ കാർബൺ എടുക്കുന്നു. ആ കാർബണിനകത്ത് എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ CH3 എന്ന് ഇങ്ങനെ എഴുതുന്നു. പിന്നെ ആ ബോണ്ട് നമ്മൾ കാണിക്കണം. പിന്നെ അടുത്ത കാർബണിന്റെ ഇത് എഴുതുന്നു. ആ കാർബൺ എത്ര ഹൈഡ്രജൻ ഉണ്ട്? CH3. അപ്പൊ ഇതാണ് ഇതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കണ്ടൻസ്ഡ് ഫോർമുലയിൽ നമ്മൾ കാർബൺ ഹൈഡ്രജൻ ബോണ്ട്സിനെ എടുത്ത് കാണിക്കുന്നില്ല, ഷോർട്ടാക്കി കണ്ടൻസ് ചെയ്യുവാണ്. അതുകൊണ്ടാണ് ഇതിനെ കണ്ടൻസ്ഡ് ഫോർമുല എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതിന്റെ കണ്ടൻസ്ഡ് ഫോർമുലയോ CH2. പക്ഷെ നമ്മൾ കാർബൺ കാർബൺ ബോണ്ട്സിനെ കാണിക്കണം. അത് കാരണം ഈ ഡബിൾ ബോണ്ടിനെ നമ്മൾ കാണിക്കുന്നു. പിന്നെ വീണ്ടും CH2. ഇനി അടുത്ത മോളിക്യൂളിലേക്ക് ഈ ഒരു സ്ട്രക്ചറിലേക്ക് പോകുമ്പം CH ട്രിപ്പിൾ ബോണ്ട് CH. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കണ്ടൻസ്ഡ് ഫോർമുല എഴുതുന്നത്. മോളിക്യുലർ ഫോർമുല കുറച്ചുകൂടെ സിമ്പിൾ ആണ് എഴുതാൻ. ഇവിടെ നമ്മൾ ഒരു ബോണ്ടും കാണിക്കുന്നില്ല. ജസ്റ്റ് എത്ര ആറ്റംസ് ഉണ്ട്, അവരുടെ എണ്ണം, അത് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പൊ ഇവിടെ 2 കാർബൺ ആറ്റം ഉള്ളതുകൊണ്ട് C2. എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? 3 + 3 6. C2H6 എന്നാണ് അപ്പം ഈ സ്ട്രക്ചറിന്റെ അല്ലെങ്കിൽ ഈ കണ്ടൻസ് ഫോർമുലയുടെ മോളിക്കുലർ ഫോർമുല. ഇതിന്റെ ആണെങ്കിൽ എന്ത് വരും? നിങ്ങൾക്ക് തന്നെ ഇതിന്റെ കൂടെ ട്രൈ ചെയ്യാം. C2H4 എന്ന് വരും. ഇതിന്റെ ആണെങ്കിൽ C2, 2 ഹൈഡ്രജൻ ആറ്റം ഉള്ളതുകൊണ്ട് H2. അപ്പൊ കണ്ടൻസ്ഡ് ഫോർമുല എന്താണെന്നും മോളിക്കുലർ ഫോർമുല എന്താണെന്നും നിങ്ങളിപ്പം ക്ലിയർ ആക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ തന്ന സ്ട്രക്ചേഴ്സ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആയി. 2 കാർബൺ ആറ്റമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, പല രീതിയിലുള്ള കാർബൺ കോമ്പൗണ്ട്സ് ഉണ്ട്. ഞാൻ അടുത്തൊരു സ്ലൈഡ് കാണിക്കുമ്പോൾ നിങ്ങൾ പേടിക്കില്ല. ഇത് കണ്ടോ? ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം പല രീതിയിലുള്ള കാർബൺ കോമ്പൗണ്ട്സിനെ നമുക്ക് ഇവിടെ കാണാം.
ഈ പല രീതിയിലുള്ള കാർബൺ കോമ്പൗണ്ട്സ് എന്ന് പറയാൻ കാരണം കാർബൺ ഡബിൾ ബോണ്ടഡ് ആയിട്ടുണ്ട്, സിംഗിൾ ബോണ്ടഡ് ആയിട്ടുണ്ട്, ട്രിപ്പിൾ ബോണ്ടഡ് ആയിട്ടുണ്ട്. അതേപോലെ ഈ റിംഗ് പോലത്തെ സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരെയൊക്കെ നമ്മൾ നന്നായിട്ട് പഠിക്കണമെങ്കിൽ ഇവരെയൊക്കെ നമ്മൾ നന്നായിട്ട് ക്ലാസിഫൈ ചെയ്യണം. ക്ലാസിഫൈ ചെയ്യുക മാത്രമല്ല ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള പേരുകൾ കൊടുക്കാൻ പഠിക്കണം. ആദ്യം തന്നെ നമ്മൾ പഠിക്കേണ്ട കാര്യം ഒരു കാർബൺ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടോ അതിനെ നമ്മൾ എങ്ങനെ സൂചിപ്പിക്കും. അതിന് നമുക്ക് സഹായകമായിട്ടുള്ളതാണ് വേർഡ് റൂട്ട്സ്. ഇതെല്ലാം വേർഡ് റൂട്ട്സ് ആണ്. എത്ര കാർബൺ ആറ്റം ഉണ്ട് മെയിൻ ചെയിനിൽ നിന്ന് സൂചിപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്ന വേർഡുകളാണ്. മെത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാർബൺ ആറ്റം, എത്ത് എന്ന് പറഞ്ഞാൽ 2 കാർബൺ ആറ്റം, പ്രൊപ്പ് എന്ന് പറഞ്ഞാൽ 3 കാർബൺ ആറ്റം, ബ്യൂട്ട് എന്ന് പറഞ്ഞാൽ 4 കാർബൺ ആറ്റം, പെന്റ് എന്ന് പറഞ്ഞാൽ 5 കാർബൺ ആറ്റം, ഹെക്സ് എന്ന് പറഞ്ഞാൽ 6 കാർബൺ ആറ്റം, ഹെപ്റ്റ് 7, ഒക്ടേറ്റ്, നോൺ 9 ആൻഡ് ഡെക് 10. ഇത് നിങ്ങൾ പോസ് ചെയ്യുക, നോട്ട് ചെയ്യുക, കാണാപ്പാഠം പഠിക്കുക. നമുക്ക് ആവശ്യം വരും. നമുക്കപ്പോൾ അടുത്തതിലേക്ക് പോവാം. ഹൈഡ്രോ കാർബൺസ്. ഈ ഒരു ടേം കേട്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം, കാർബണും ഹൈഡ്രജനും മാത്രമുള്ള കോമ്പൗണ്ട്സിനെയാണ് ഹൈഡ്രോ കാർബൺസ് എന്ന് വിളിക്കുന്നത്. കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ഓൺലി കാർബൺ ആൻഡ് ഹൈഡ്രജൻ. ഇപ്പൊ നമ്മൾ നേരത്തെ കുറച്ച് എക്സാമ്പിൾ ഒക്കെ കണ്ടായിരുന്നു. ഈ മോളിക്കുലാർ ഫോർമുല C2H6, C2H2, ഇതൊക്കെ ഹൈഡ്രോ കാർബൺസ് ആണ്. കാരണം കാർബണും ഹൈഡ്രജനും മാത്രമല്ലേ വരുന്നുള്ളൂ. ഈ ഹൈഡ്രോ കാർബൺസിലെ ബോണ്ടുകൾ ബേസ് ചെയ്ത് നമുക്ക് ഇതിനെ രണ്ടായിട്ട് തിരിക്കാം. സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്നും അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്നും. സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിൽ സിംഗിൾ ബോണ്ടുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിൽ ഡബിൾ ബോണ്ടും വരാം, ട്രിപ്പിൾ ബോണ്ടും വരാം, വിച്ച് മീൻസ് മൾട്ടിപ്പിൾ ബോണ്ട്സ് പോസിബിൾ ആണ്. കാർബൺ കാർബൺ മൾട്ടിപ്പിൾ ബോണ്ട്സ് ആണ്. ഇപ്പൊ കാർബൺ കാർബൺ ഇങ്ങനെ ആവാം, ഇങ്ങനത്തെ ഇതാവാം. പക്ഷെ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിലെല്ലാം സിംഗിൾ ബോണ്ട്സ് മാത്രമേ ഉള്ളൂ. കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട്, അങ്ങനെ എല്ലാം സിംഗിൾ ബോണ്ട്സ് മാത്രമേ ഉള്ളൂ. ഇവിടെ വീണ്ടും 3 സ്ട്രക്ചേഴ്സ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഏതാണ് സാച്ചുറേറ്റഡ്, ഏതാണ് അൺസാച്ചുറേറ്റഡ് എന്നൊക്കെ? സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ട്സ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. സിംഗിൾ ബോണ്ട്സ് മാത്രമുള്ള സ്ട്രക്ചർ ഏതാണ്? ഈ ആദ്യത്തെ സ്ട്രക്ചർ ആണല്ലേ. അപ്പൊ ഇതാണ് സാച്ചുറേറ്റഡിന്റെ എക്സാമ്പിൾ. സാച്ചുറേറ്റഡ്, ഇതിൽ ഡബിൾ ബോണ്ട് ഉണ്ട്, ഇതിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. അതിന്റെ അർത്ഥം എന്താ? ഇവര് അൺസാച്ചുറേറ്റഡ് ആണ്. ഓക്കെ, സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്താണെന്ന് മനസ്സിലായി, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്താണെന്ന് മനസ്സിലായി. ഇനി ആൽക്കെയിൻ എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഇവിടെ തന്നിട്ടുള്ള സ്ട്രക്ചേഴ്സ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ആൽക്കെയിൻ സാച്ചുറേറ്റഡ് ആണോ അൺസാച്ചുറേറ്റഡ് ആണോ? സാച്ചുറേറ്റഡ് ആണ്, കാരണം എല്ലാം സിംഗിൾ ബോണ്ട്സ് ആണ്. നമുക്ക് ഇവരെ പേരിടാൻ പഠിക്കാം. നിങ്ങൾക്ക് ഓൾറെഡി കണ്ടൻസ് ഫോർമുല അറിയാം, മോളിക്കുലർ ഫോർമുല അറിയാം. അത് കാരണം ഇപ്പോൾ മോളിക്കുലർ ഫോർമുല എഴുതാൻ പറഞ്ഞാൽ CH4 ഈസി ആയിട്ട് നിങ്ങൾ എഴുതും. ഇതിന്റെ ആണെങ്കിൽ C2H6, ഇതിന്റെ ആണെങ്കിൽ C3H8. കണ്ടൻസ്ഡ് ഫോർമുല എഴുതാൻ ചോദിച്ചാൽ നിങ്ങൾ എഴുതും, കാരണം നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലേ. നിങ്ങൾക്ക് വേണം ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ CH4, ഇവിടെ ഒരു കാർബൺ ആറ്റമേ ഉള്ളൂ. അതിന്റെ വേർഡ് റൂട്ട് നമ്മൾ എന്താ പഠിച്ചത്? മെത്തെന്നല്ലേ. അപ്പൊ നമ്മൾ ആദ്യം മെത്തെന്ന് എഴുതുക. ഇവിടെ എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ഇതൊരു ആൽക്കെയിൻ ആണ്. അപ്പം ആ ANEയും കൂടെ ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നു, PANE. അപ്പൊ മീഥെയിൻ കിട്ടി. അങ്ങനെയാണ് ഇവരെ നമ്മൾ നെയിം ചെയ്യുന്നത്. ഇവിടെ 2 കാർബൺ ആറ്റം ഉണ്ട്, അപ്പൊ എത്ത്. പിന്നെ എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ഇതൊരു ആൽക്കെയിൻ ആയതുകൊണ്ട് ഈഥെയിൻ പേരിട്ടു. എങ്ങനെയാണെങ്കിൽ ഇതോ 3 കാർബൺ ആറ്റം ഉള്ളതിനെ നമ്മൾ പ്രൊപ്പാണ് വേർഡ് റൂട്ട്. അപ്പം പ്രൊപ്പെയിൻ. അപ്പൊ മീഥെയിനും ഈഥെയിനും പ്രൊപ്പെയിനും ആൽക്കെയിൻ ആണ്. അടുത്ത നമുക്ക് ആൽക്കീന്റെ കാര്യം ഒന്ന് നോക്കാം. ഇതിന്റെ മോളിക്കുലർ ഫോർമുല നിങ്ങൾക്ക് എഴുതാലോ. C2H4, ഇതാണെങ്കിൽ C3H6. നിങ്ങൾക്ക് വേണം പോസ് ചെയ്തിട്ട് എണ്ണി നോക്കാം. ഇവിടെ 2 കാർബൺ ആറ്റം ഉണ്ട്. ഇപ്പൊ വേർഡ് റൂട്ട് എത്താണ്. പിന്നെ ഈ ENEയും കൂടെ ആഡ് ചെയ്യുക, ENE. അപ്പൊ ഈഥീൻ, ഇതിന്റെ പേര് അങ്ങനെയാണ് വരുന്നത്. ഇത് റൂളായിട്ട് പഠിക്കുന്നതിനേക്കാളും ഭേദം മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് എളുപ്പമാണ്. ഇവിടെ 3 കാർബൺ ആറ്റം ഉള്ളതുകൊണ്ട് നമ്മൾ പ്രൊപ്പെന്ന് പേരിട്ടു. പിന്നെ ENEയും കൂടെ ആഡ് ചെയ്യുന്നു, ENE. ക്ലിയർ ആയോ? പ്രൊപ്പീൻ എന്ന് പേര് വന്നിരിക്കുന്നു.
ഇനി അടുത്തതാണെങ്കിൽ ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട് അല്ലേ? ട്രിപ്പിൾ ബോണ്ട് ഉള്ള ആൾക്കാരെ നമ്മൾ YNE വെച്ചിട്ടാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുക. മോളിക്കുലർ ഫോർമുല ആദ്യം തന്നെ എഴുതിയേക്കാം. C2H2 C3H4 C4H 1 2 3 4 5 6 ഇനി ഇവരുടെ പേര് എഴുതുമ്പോൾ നേരത്തെ പോലെ തന്നെ 2 കാർബൺ ആറ്റം വേർഡ് റൂട്ട് ഈ YNEയും കൂടെ ചേർക്കുക. YNE ഈതൈൻ. ട്രിപ്പിൾ ബോണ്ട് ഉള്ള ആൾക്കാരെയാണ് നമ്മൾ ആൽക്കൈൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ 3 കാർബൺ ആറ്റം, അത് കാരണം പ്രൊപ്പ്. പിന്നെ ഈ YNEയും കൂടെ ചേർത്തു, പ്രൊപ്പൈൻ. ഇവിടെ 4 കാർബൺ ആറ്റം. 4 കാർബൺ ആറ്റത്തിന്റെ വേർഡ് റൂട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ബ്യൂട്ട് എന്നാണ്. പ്ലസ് YNEയും കൂടെ ചേർത്തു, ബ്യൂട്ടൈൻ എന്ന് പേര് വന്നു. ഇത് വളരെ തറവാക്കി മനസ്സിലാക്കുക. ആൽക്കെയിൻ നമ്മൾ ജനറലി വിളിക്കും. ആൽക്കെയിൻ എന്ന് പറഞ്ഞാൽ എല്ലാം സിംഗിൾ ബോണ്ട് ഉള്ള ആൾക്കാരാണ്. അതിനകത്ത് മീതെയിൻ വരും, ഈതെയിൻ വരും, പ്രൊപ്പെയിൻ വരും. ഇനി ആൽക്കീന്റെ കേസിൽ ഡബിൾ ബോണ്ട് ഉള്ള ആൾക്കാരാണ്. അതിനകത്ത് ഈതീൻ ഉണ്ട്, പ്രൊപ്പീൻ ഉണ്ട്, ഇനിയും ആൾക്കാരുണ്ട്. നമ്മൾ 2 ഇവിടെ എടുത്തിട്ടുള്ളൂ. ഇനി ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ടഡ് ഹൈഡ്രോ കാർബൺസ് ആണ്, അൺസാച്ചുറേറ്റഡ് ആണ്. അവിടെ ഈതൈൻ ഉണ്ട്, പ്രൊപ്പൈൻ ഉണ്ട്, ബ്യൂട്ടൈൻ ഉണ്ട്, ഇനിയും ആൾക്കാരുണ്ട്. അപ്പൊ നമ്മളിവിടെ 3 ഗ്രൂപ്പായിട്ട് ഇവരെ തിരിച്ചു. ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ. അപ്പൊ ഇങ്ങനത്തെ ഈ ഗ്രൂപ്പുകളെ വിളിക്കുന്ന പേരെന്താ? കെമിസ്ട്രിയിൽ, ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ ഇവരെ ഹോമോലോഗസ് സീരീസ് എന്ന് വിളിക്കും. ഹോമോലോഗസ് സീരീസിന്റെ എക്സാമ്പിൾസ് ആണ് അപ്പം ആൽക്കീൻ, ആൽക്കീൻ, ആൽക്കൈൻ. അപ്പൊ ഈ ഹോമോലോഗസ് സീരീസ് എന്ന് വെച്ചാൽ എന്താണ്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹോമോലോഗസ് സീരീസിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും അല്ലെങ്കിൽ ആ ഹോമോലോഗസ് സീരീസിനെ നമുക്കൊരു ജനറൽ ഫോർമുല വെച്ച് റെപ്രസെന്റേറ്റ് ചെയ്യാൻ പറ്റും. എ ജനറൽ ഫോർമുല അതെന്താന്ന് നമ്മൾ പഠിക്കും. ആൽക്കെയിനും ആൽക്കീനും ആൽക്കൈനും എല്ലാം അവരുടേതായിട്ടുള്ള ജനറൽ ഫോർമുലയുണ്ട്. ഇനി സക്സസീവ് മെമ്പേഴ്സ് ഡിഫർ ബൈ എ CH2 യൂണിറ്റ്. അതെന്താന്ന് ഇവിടെ നോക്കിയാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. നമ്മൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇവിടേക്ക് നമ്മളൊരു CH2 ഗ്രൂപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. CH2 ഗ്രൂപ്പ് ആഡ് ചെയ്ത് കൊടുത്തു എന്നല്ല, ഒരു കാർബണും 2 ഹൈഡ്രജനും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ C2H6 ആയി. അപ്പൊ അടുത്ത മെമ്പർ ആയില്ലേ? സക്സസീവ് മെമ്പേഴ്സ് ഡിഫർ ബൈ എ CH2 യൂണിറ്റ്. അതാണ് അവിടെ ഉദ്ദേശിച്ചത്. ഇനി ഇതിൽ നിന്ന് ഇതിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം ഈ 2 കാർബണിന്റെ ഇടയിലേക്ക് ഒരു CH2 യൂണിറ്റ് കയറി. അതുകൊണ്ടാണല്ലോ നമുക്ക് അടുത്ത മെമ്പറിനെ കിട്ടിയത്. ഇവിടെയും ഒരു CH2 യൂണിറ്റ് ആഡ് ആയപ്പോഴാണ് നമുക്ക് അടുത്ത മെമ്പറിനെ കിട്ടുന്നത്. അപ്പൊ ഇത് ആൽക്കീന്റെ കേസിൽ നിങ്ങൾക്ക് നോക്കിയാലും മനസ്സിലാവും, ആൽക്കൈന്റെ കേസിൽ നോക്കിയാലും മനസ്സിലാവും. സക്സസീവ് മെമ്പേഴ്സ് ഡിഫർ ബൈ എ CH2 യൂണിറ്റ്. അവരെല്ലാം സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കും. ആൽക്കെയിൻസ് എല്ലാം സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കും. ആൽക്കീൻസ് എല്ലാം അവരുടേതായിട്ടുള്ള കെമിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കും. ആൽക്കൈൻസ് എല്ലാം അവരുടേതായിട്ടുള്ള സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കും. ഇനി ഇവര് റെഗുലർ ഗ്രേഡേഷൻ ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കും. ഒരു ഹോമോലോഗസ് സീരീസിലുള്ള ആൾ, ഇപ്പൊ ആൽക്കെയിൻസിലെ ആൾ, ഇപ്പൊ മീതെയിൻ, ഈതെയിൻ, പ്രൊപ്പെയിൻ അങ്ങനെ എടുത്ത് നോക്കിയാൽ അവരുടെ ചിലപ്പം ബോയിലിംഗ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ് ഒക്കെ ഓരോ സക്സസീവ് മെമ്പേഴ്സിലേക്ക് കയറും തോറും ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അതനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഒരു റെഗുലർ ഗ്രേഡേഷൻ, അല്ലെങ്കിൽ കൂടിക്കൊണ്ടേയിരിക്കും അല്ലെങ്കിൽ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, നമുക്ക് ജനറൽ ഫോർമുല നോക്കാം. ആൽക്കൈന്റെ ജനറൽ ഫോർമുല CnH2n+2. ആൽക്കീന്റെ ജനറൽ ഫോർമുല CnH2n. ആൻഡ് ആൽക്കൈന്റെ ജനറൽ ഫോർമുല CnH2n-2. ഇതൊന്നെങ്കിൽ നിങ്ങൾക്ക് കാണാപ്പാഠം പഠിക്കാം, അല്ലെങ്കിൽ ഇവിടെ നോക്കി നിങ്ങൾക്ക് ആ പാറ്റേൺ നോക്കിയാണെങ്കിലും പഠിക്കാം. കാർബണിന്റെയും ഹൈഡ്രജന്റെയും എണ്ണം ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാർബണിനെ നമ്മൾ N ആയിട്ട് എടുക്കുവാണെങ്കിൽ ഇവിടെ എല്ലാം പോസിബിൾ ആയിട്ടുള്ള ഒരു ജനറൽ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജന്റെ എണ്ണം 2n+2 എന്ന് എടുക്കുന്ന. എന്റെ വാല്യൂ നിങ്ങൾക്ക് ഇപ്പൊ കാർബണിന്റെ എണ്ണം വെച്ച് നോക്കാം. C1 ഇട്ട് കൊടുക്കാം. C1H2 × 1+2 CH4 എന്ന് കിട്ടി. അതേപോലെ എല്ലായിടത്തും. ആൽക്കീന്റെ ജനറൽ ഫോർമുല എന്ന് പറഞ്ഞാൽ CnH2n ആണ്. എത്ര കാർബൺ ഉണ്ടോ അതിന് ഡബിൾ ഹൈഡ്രജൻ ആറ്റംസ് കാണും. ഇനി ആൽക്കൈന്റെ ഇതാണല്ലോ CnH2n-2. അതാണ് നമ്മളിവിടെ ജനറൽ ഫോർമുല ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾ പഠിക്കുക, ആവശ്യം വരും. ഇത് ബേസ് ചെയ്തിട്ടുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്, ആൽക്കെയിന്റെ ഫസ്റ്റ് മെമ്പർ ഏതാണ്? ഫസ്റ്റ് മെമ്പർ CH4 ആണ്. അടുത്ത മെമ്പർ ഏതാണ്? ഒന്നെങ്കിൽ നിങ്ങൾക്ക് CH2 യൂണിറ്റ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഫോർമുല ഇട്ട് C2 എന്നിട്ട് ഹൈഡ്രജന്റെ ഇത് കണ്ടുപിടിച്ച് 2 × 2+2 4+2 6. അടുത്ത മെമ്പർ C3H8. അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ആൽക്കീന്റെ ആദ്യത്തെ മെമ്പർ നമുക്ക് നോക്കാം. ആൽക്കീൻ എന്ന് പറഞ്ഞാൽ
ടു ആണ് ആദ്യം തുടങ്ങുക. C2H4, അടുത്തത് C3H6, C4H8, അങ്ങനെ അങ്ങനെ പോകും. ഇനി ആൽക്കൈൻ്റെ ആദ്യത്തെ മെമ്പറും ഒരു 2 കാർബൺ മെമ്പറാണ്. C2 2n-2 ആണ്. ഇപ്പൊ 2 ഇൻറ്റു 2 മൈനസ് 2 എത്ര വരും? C2H2. C3 എടുത്താലോ? C3 2 ഇൻറ്റു 3 മൈനസ് 2, ഇപ്പൊ 2 ഇൻറ്റു 3 6 മൈനസ് 2 C3H4. അതേപോലെ ഇവിടെ കുറച്ചൊക്കെ മാത്സ് ആണ് വരുന്നത്. C4 എത്ര വരും? 2 ഇൻറ്റു 4 8 മൈനസ് 2 C4H6. ഓക്കെ, ഇത്രയും തിയറി നിങ്ങൾ ക്ലിയർ ആണെങ്കിൽ മാത്രം നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോവാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണെല്ലാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് തന്നെ ആൻസർ വർക്ക്ഔട്ട് ചെയ്യാം. വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഐഡന്റിഫൈ ദ ആൽക്കീൻ അമംഗ് ദി ഹൈഡ്രോകാർബൺസ്. ആൽക്കീന്റെ ജനറൽ ഫോർമുല CnH2n ആണ്. എന്ന് വെച്ചാൽ കാർബണിന്റെ എണ്ണത്തേക്കാൾ ഡബിൾ ആയിരിക്കും ഹൈഡ്രജന്റെ എണ്ണം. അങ്ങനെയുള്ള ആരാ ഉള്ള ഇവിടെ? ഇതാണോ? അല്ല, ഇത് തെറ്റാണ്. ഇതോ? ഇതാണ് ആൻസർ. അപ്പൊ C2H4 ആണ് ആൻസർ വരിക. ഓക്കെ, ഫൈൻഡ് ദ റിലേഷൻ ആൻഡ് ഫിൽ അപ്പ്. ജനറൽ ഫോർമുലയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. CnH2n+2 എന്ന് പറഞ്ഞാൽ ആൽക്കെയിന്റെ ആണ്. അങ്ങനെയാണെങ്കിൽ CnH2n-2 എന്ന് പറഞ്ഞാൽ ആരുടെയാണ്? അത് ആൽക്കൈൻസിന്റെ ആണ്. ഓക്കെ, തിയറി ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോ പോസ്റ്റ് ചെയ്യുക, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. C2H4, C3H6, C4H8, etc. are the members of a hydrocarbon family. To which hydrocarbon family do these compounds belong? ഓരോ ആൾക്കാരും അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ ഏത് ഹൈഡ്രോകാർബൺ ഫാമിലിയിൽ ബിലോങ് ചെയ്യും? ഇവരുടെയൊക്കെ കാർബണിന്റെയും ഹൈഡ്രജന്റെയും എണ്ണം നോക്കിയിട്ട് അതിന്റെ റിലേഷൻഷിപ്പ് ഒന്ന് എടുത്തു നോക്കിയേ. എല്ലാം ഫോളോ ചെയ്യുന്ന പാറ്റേൺ ഇതല്ലേ? CnH2n, കാർബണിന്റെ എണ്ണത്തിന്റെ ഡബിൾ അല്ലേ? അപ്പം ആൻസർ, ഒന്നാമത്തെ ആൻസർ എന്താ? ഇവരെല്ലാം ഏത് കാറ്റഗറിയാണ്? ആൽക്കീൻ ആണ്. ഇനി ബി, റൈറ്റ് എനി 2 reasons for including these compounds as members of a homologous series. നമുക്ക് പല റീസൺ എഴുതാം. അതിനകത്തൊരു റീസൺ എന്ന് പറഞ്ഞാൽ അവർക്കൊരു ജനറൽ ഫോർമുല ഉണ്ട്. ജനറൽ ഫോർമുല എന്താണ് ഇവിടുത്തെ? CnH2n എന്ന് പറഞ്ഞ ജനറൽ ഫോർമുല അവർക്ക് എല്ലാവർക്കും ഉണ്ട്. രണ്ടാമത്തെ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? അവരെല്ലാം ഡിഫർ ചെയ്യുന്ന ഒരു CH2 യൂണിറ്റ് ആണ്. സക്സസീവ് മെമ്പേഴ്സ് ഡിഫർ ബൈ എ CH2 യൂണിറ്റ്. നിങ്ങൾക്ക് തന്നെ എഴുതാം. നമ്മൾ ഓൾറെഡി ഹോമോലോഗസ് സീരീസിന്റെ പ്രോപ്പർട്ടീസ് പഠിച്ചപ്പം എഴുതിയ പോയിന്റ്സ് എല്ലാം നിങ്ങൾക്ക് വേണം എഴുതാം. അല്ലെങ്കിൽ ഇത് രണ്ടാണെങ്കിലും എഴുതി വെക്കാം. ഇത് രണ്ടും എഴുതുന്നതാണ് ബെസ്റ്റ്. ഐഡന്റിഫൈ ദി കോമ്പൗണ്ട്സ് വിച്ച് കണ്ടെയ്ൻ കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട്. കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അവർ ആരായിരിക്കും? ആൽക്കൈൻസ് ആയിരിക്കും. ആൽക്കൈൻസിന്റെ ജനറൽ ഫോർമുല എന്താ? CnH2n-2. അപ്പൊ ഈ പാറ്റേൺ ഫോളോ ചെയ്യുന്ന ആരൊക്കെ ഇവിടെ ഉണ്ടെന്ന് നോക്കിയേ. C2H2, അത് ഇതിന്റെ ഒരു ആൻസർ ആണ്. അത് ആ ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമേ ഉള്ളൂ. ആൻസർ വരുന്നത് C2H2 ആണ്. C2H2ന്റെ പേരെന്താന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നോ? ഈഥൈൻ. പേരെഴുതണ്ട, ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. CH4, C2H6, C3H8 and C4H10 are the members of a homologous series. What is the molecular formula of the 6th member of the series? ഇത് ഫസ്റ്റ് മെമ്പർ ആയിരുന്നു, ഇത് സെക്കൻഡ് മെമ്പർ, ഇത് തേർഡ് മെമ്പർ, ഇത് ഫോർത്ത് മെമ്പർ. അപ്പൊ 6th മെമ്പറിന് എത്ര കാർബൺ ആറ്റം ഉണ്ടാവും? 6 കാർബൺ ആറ്റം ഉണ്ടാവും. അപ്പൊ C6. ഇതൊക്കെ എന്തിന്റെ ഹോമോലോഗസ് സീരീസ് ആണ്? ആൽക്കെയിൻസ് ആണ്. ആൽക്കെയിൻസിന് അപ്പൊ ജനറൽ ഫോർമുല എന്താണ്? ആൽക്കെയിൻസിന്റെ ജനറൽ ഫോർമുല CnH2n+2 അല്ലേ?
അപ്പോൾ C6 ആണെങ്കിൽ H എത്ര വരും? 2 ഇൻറ്റു N+2. അപ്പോൾ 2 ഇൻറ്റു 6 + 2. അപ്പോൾ 12 + 2 14. അതാണ് അപ്പോൾ ഒന്നാമത്തെ ആൻസർ. രണ്ടാമത്തെ റൈറ്റ് ദ ജനറൽ ഫോർമുല ഫോർ ദിസ് ഹോമോലോഗസ് സീരീസ്. അത് CnH2n+2 എന്നാണ്. ഓക്കെ, അടുത്തത്. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. വീണ്ടും വീണ്ടും തറവാക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ഡിസ്കസ് ചെയ്തു. പല രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. വിച്ച് ഹോമോലോഗസ് സീരീസ് ഡു ദി ഫോളോയിങ് ഡു ദി ഹൈഡ്രോകാർബൺസ് വിത്ത് ജനറൽ ഫോർമുല CnH2n ബിലോങ് ടു? അത് നിങ്ങൾക്കറിയാം, ആൽക്കീൻ ആണ്. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ മെമ്പർ ഓഫ് ദി സെയിം ഹോമോലോഗസ് സീരീസ് ഹാവിംഗ് 3 കാർബൺ ആറ്റംസ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, സ്ട്രക്ചറൽ ഫോർമുലയാണ് ചോദിച്ചിട്ടുള്ളത്. കണ്ടൻസ്ഡ് ഫോർമുല അല്ല, മോളിക്കുലാർ ഫോർമുല അല്ല. അപ്പൊ നമ്മൾ ആദ്യം 3 കാർബൺ ആറ്റംസിനെ ഇങ്ങനെ വരയ്ക്കുന്നു. 3 കാർബൺ ആറ്റം ഉള്ള മെമ്പറിനെ വരയ്ക്കാനാണ് അത്. ആൽക്കീൻ ആയതുകൊണ്ട് ഡബിൾ ബോണ്ട് ഉണ്ട്. ഇത് കഴിഞ്ഞ് ഇനി കാർബണിന്റെ വാലൻസി ഹൈഡ്രജൻ വെച്ച് സാറ്റിസ്ഫൈ ചെയ്യുക. ഈ കാർബൺ ഇനി 2 വാലൻസി കൂടെ ഉണ്ട്. അത് കാരണം അവിടെ ഹൈഡ്രജൻ 2 കയറി. ഈ കാർബൺ ഇനി 1, 2, 3 ഓൾറെഡി 3 ഉണ്ട്. അപ്പോൾ ഒരെണ്ണം കൂടെ കയറിയാൽ മതി. ഇപ്പോൾ ഒരു ഹൈഡ്രജൻ ആറ്റം. ഈ കാർബൺ ആറ്റമോ ആകെ ഒരു വാലൻസിയെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് 3 കൂടെ ഇടാം. അപ്പൊ ഇതായി ഇതിന്റെ സ്ട്രക്ചറൽ ഫോർമുല. ഇനി മോളിക്കുലാർ ഫോർമുല എഴുതാൻ ചോദിച്ചാലോ? C3H123456 C3H6 ഇതാണ് ഇതിന്റെ മോളിക്കുലാർ ഫോർമുല. കണ്ടൻസ്ഡ് ഫോർമുല ആയിരുന്നു ചോദിച്ചതെങ്കിൽ CH2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3 എന്ന് വന്നേനെ. പക്ഷെ നമ്മുടെ അടുത്ത് ഇവിടെ ചോദിച്ചിട്ടുള്ളത് സ്ട്രക്ചറൽ ഫോർമുലയാണ്. സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറഞ്ഞാൽ എല്ലാ ബോൺസും കാണിക്കുന്ന ഈ ഫോർമുലയാണ് സ്ട്രക്ചറൽ ഫോർമുല. ഫസ്റ്റ് മെമ്പർ ഓഫ് ആൽക്കൈൻ ഫാമിലി. ഇതല്ല, നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ കണ്ടായിരുന്നു. ഫസ്റ്റ് മെമ്പർ ഓഫ് ആൽക്കൈൻ ഫാമിലി എന്ന് പറഞ്ഞാൽ ഇത് C2 മെമ്പർ ആണ്. C2H2 ആണ് ആൻസർ വരിക. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് വേണം പഠിച്ചു പോവാൻ. നമ്മളപ്പം ഇനി അടുത്തൊരു പാർട്ടിലേക്ക് പോവാണ്. നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന കോമ്പൗണ്ട്സിന്റെ ഒക്കെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇതൊക്കെ സ്ട്രെയിറ്റ് അല്ലെങ്കിൽ ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സ് ആയിരുന്നു. കാർബൺ 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 അങ്ങനെ നേരെ പോകുന്ന ടൈപ്പ്. പക്ഷെ ഇവിടെ കണ്ടോ, ഒരു സൈക്ലിക് അല്ലെങ്കിൽ റിങ് പോലെയാണ് ഇവർ ഫോം ചെയ്യുന്നത്. അപ്പം ഇതിനെ നമ്മൾ സൈക്ലിക് ഓർ റിംഗ് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കും. അത് 2 തരമുണ്ട്. ഒരെണ്ണം ആലിസൈക്ലിക്, അടുത്തത് അരോമാറ്റിക്. ആദ്യം ആലിസൈക്ലിക് എന്താണെന്ന് നോക്കാം. ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ആലിസൈക്ലിക് കോമ്പൗണ്ട്സ് ആൽക്കൈൻ ഒക്കെ പോലത്തെ ടൈപ്പ് റിംഗ് കോമ്പൗണ്ട്സ് ആണ്, അല്ലെങ്കിൽ സൈക്ലിക് കോമ്പൗണ്ട്സ് ആണ്. അതിലും കൂടുതൽ ഇമ്പോർട്ടൻസ് ഇപ്പോഴത്തെ പേരിടാനും ബാക്കി കാര്യങ്ങളിലൊക്കെയാണ്. പേരിടുന്നത് എങ്ങനെയാണ്? ആദ്യം തന്നെ നമ്മൾ ഫ്രണ്ടിൽ സൈക്ലോ എന്ന് പേരിട്ടു. എന്നിട്ട് ഇവിടെ 3 കാർബൺ ആറ്റം അല്ലേ, അത് കാരണം പ്രൊപ്പ്, എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എയിൻ. അപ്പം സൈക്ലോ പ്രൊപ്പെയിൻ എന്നാണ് ഈ കോമ്പൗണ്ടിന്റെ പേര്. ഇതിലേക്ക് വരാം. റിംഗ് ആയതുകൊണ്ട് സൈക്ലോ, 4 ഉള്ളതുകൊണ്ട് ബ്യൂട്ട്, പിന്നെ ANE, എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട്. ഇത് വരുമ്പം വീണ്ടും റിംഗ് ആയതുകൊണ്ട് സൈക്ലോ, 4 ഉള്ളതുകൊണ്ട് ബ്യൂട്ട്, പിന്നെ ഡബിൾ ബോണ്ട് ഉണ്ടല്ലേ, ഒരു ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് ENE, സൈക്ലോ ബ്യൂട്ടീൻ എന്ന് വന്നു. ഇവരുടെയൊക്കെ മോളിക്കുലാർ ഫോർമുലയും കൂടെ എഴുതി നോക്കാം. C3H6 C4H8. അപ്പോൾ നിങ്ങൾ കാണാം, സൈക്ലോ പ്രൊപ്പെയിന്റെയും സൈക്ലോ ബ്യൂട്ടൈന്റെയും മോളിക്കുലാർ ഫോർമുലയ്ക്ക് ആൽക്കീന്റെ ജനറൽ ഫോർമുല ആയിട്ട് സാമ്യമുണ്ട്, CnH2n. ആ ഒരു കാര്യം മനസ്സിൽ ഓർത്തു വെക്കുക, പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ആവശ്യം വരും. ഇനി സൈക്ലോ ബ്യൂട്ടീന്റെ ഫോർമുല എഴുതുവാണെങ്കിൽ C4H12345 C4H6 എന്നായി. ആലിസൈക്ലിക് അല്ലാണ്ട് വേറൊരു കാറ്റഗറി ഓഫ് സൈക്ലിക് കോമ്പൗണ്ട്സ് ഉണ്ട്, അതാണ് അരോമാറ്റിക് കോമ്പൗണ്ട്സ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൈക്ലിക് കോമ്പൗണ്ട്സ് ഹാവിംഗ് their own aroma are called aromatic compounds. നിങ്ങൾക്ക് ആകെ ഒരു എക്സാമ്പിൾ ഇവിടെ പഠിക്കാനുള്ളൂ, ബെൻസീൻ. അതിന്റെ സ്ട്രക്ചർ ആണ് ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുള്ളത്.
അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മോളിക്കുലാർ ഫോർമുല എഴുതാൻ പറ്റുമോ? സി 6 കാർബൺ ആറ്റം ഉണ്ട്, അപ്പൊ C6, ഹൈഡ്രജനോ ഹൈഡ്രജനും 6 ഉണ്ട്, അപ്പൊ C6H6. ഇനി ചിലപ്പോൾ ചോദിക്കാറുണ്ട് ബെൻസീന്റെ സ്ട്രക്ചർ വരയ്ക്കാൻ. അത് വരയ്ക്കാൻ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ ഒരു ഹെക്സഗൺ പോലെ 6 കാർബൺ ആറ്റം വരച്ചു വെക്കുക. 6 കാർബൺ ആറ്റം ആണല്ലോ ബെൻസീനിലുള്ളത്. ഇനി ഒരു ഡബിൾ ബോണ്ട് ഇട്ടാൽ അടുത്തത് സിംഗിൾ ബോണ്ട്, വീണ്ടും ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, വീണ്ടും ഡബിൾ ബോണ്ട്. അപ്പോൾ ഓൾട്ടർനേറ്റ് ഡബിൾ ആൻഡ് സിംഗിൾ ബോണ്ട്സ്. ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, കാർബണിന്റെ വാലൻസി 4 ആണ്. ഇപ്പോൾ 1 2 3 ആയിട്ടുള്ളൂ. അപ്പോൾ എല്ലാ കാർബൺ ആറ്റവും ഇതേപോലെയാണ് ഓരോ ഹൈഡ്രജൻ ആറ്റത്തെ വെച്ചിട്ട് കൊടുക്കുക. അങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് ബെൻസീന്റെ സ്ട്രക്ചർ വരയ്ക്കാൻ മനസ്സിലാവുക. ഓക്കെ, ആദ്യം ഒരു ഹെക്സഗൺ വരയ്ക്കുക, ഓൾട്ടർനേറ്റ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട്സ്, പിന്നെ എല്ലാ കാർബൺ ആറ്റത്തിനും ഓരോ ഹൈഡ്രജൻ ആറ്റം വീതം. ഓക്കെ, അപ്പൊ മൊത്തത്തിൽ നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ എടുത്ത് നോക്കിയാൽ നമുക്ക് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സ് ആയിട്ടും പിന്നെ റിംഗ് ഓർ സൈക്ലിക് കോമ്പൗണ്ട്സ് ആയിട്ടും ക്ലാസിഫൈ ചെയ്യാം. ഇതിലൊക്കെ സാച്ചുറേറ്റഡ് അൺസാച്ചുറേറ്റഡ് ഉണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ നിങ്ങൾ നോക്കുക, ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സും റിംഗ് ഓർ സൈക്ലിക് കോമ്പൗണ്ട്സ്. ഈ ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സ് ആൽക്കെയിൻ ആവാം, ആൽക്കീൻ ആവാം, ആൽക്കൈൻ ആവാം. ഇനി ഈ റിംഗ് ഓർ സൈക്ലിക് കോമ്പൗണ്ട്സ് ആണെങ്കിൽ ആലിസൈക്ലിക് ആവാം, അരോമാറ്റിക് ആവാം. ഇങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ പോകുന്നതെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്കിനി അടുത്ത പാർട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് തുടങ്ങാം. ഇത്രയും തിയറി ക്ലിയർ ആണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Molecular formula of a hydrocarbon is C4H8. To which category does this hydrocarbon belong? CnH2n എന്ന് പറഞ്ഞ രീതിയിലാണ് ഇതിന്റെ മോളിക്കുലാർ ഫോർമുല. അപ്പൊ ഇതെന്താണ്? ആൽക്കീൻ ആണ്. Draw the structure of an alicyclic hydrocarbon with the same molecular formula. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആൽക്കീനും സൈക്ലോ ആൽക്കെയിൻസ് അല്ലെങ്കിൽ ഈ ആലിസൈക്ലിക് കോമ്പൗണ്ട്സ് തമ്മിൽ ഇത് സിമിലാരിറ്റി കാണിക്കും. ഇത് കണ്ടോ, C4H8 സൈക്ലോബ്യൂട്ടൈൻ്റെ ഇതാണ്. അപ്പം ആലിസൈക്ലിക് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം വെറുതെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതി നോക്കാം. ആലിസൈക്ലിക് എന്ന് പറഞ്ഞാൽ റിംഗ് കോമ്പൗണ്ട്. ഇനി നമുക്ക് എല്ലാത്തിലും ഹൈഡ്രജൻ ആറ്റത്തെ ഇട്ട് നോക്കാം. ഹൈഡ്രജൻ, 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 ഹൈഡ്രജൻ. എന്നിട്ട് ഇതിന്റെ മോളിക്കുലർ ഫോർമുല ഒന്ന് എഴുതി നോക്കാം. 4 കാർബൺ ആറ്റം, 1 2 3 4 5 6 7 8 8 ഹൈഡ്രജൻ ആറ്റം. അപ്പൊ കറക്റ്റ് ആണ്, നമുക്ക് കിട്ടി. Draw the structure of an alicyclic hydrocarbon with the same molecular formula. അപ്പൊ ആൻസർ വരുന്നത് ഇതാണ്, സൈക്ലോബ്യൂട്ടൈൻ ആണിത്. നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു സൈക്ലോബ്യൂട്ടൈൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The structure of an alicyclic hydrocarbon is given. Write the molecular formula of this compound. മോളിക്കുലാർ ഫോർമുല എന്താണ്? C3. നിങ്ങൾ ആദ്യം തന്നെ പഠിച്ചൊരു കാര്യം ഇതാണ്, മോളിക്കുലാർ ഫോർമുല എഴുതാൻ. നിങ്ങൾ അതിന്റെ എക്സ്പേർട്സ് ആയി. C3H6. IUPAC നെയിം സൈക്ലിക് ആയതുകൊണ്ട് ആദ്യം സൈക്ലോ, 3 കാർബൺ ആറ്റം ഉള്ളതുകൊണ്ട് പ്രൊപ്, പിന്നെ എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE, സൈക്ലോ പ്രൊപ്പെയിൻ എന്നാണ് ഇതിന്റെ പേര് വരിക. Write the structural formula of the open chain hydrocarbon having the same molecular formula. C3H6 എന്ന ഫോർമുല ഉള്ള ആരാണുള്ളത്? അതൊരു ആൽക്കീൻ ആയിരിക്കും ഓപ്പൺ ചെയിനിലേക്ക് പോയാൽ. അപ്പൊ നമ്മളൊരു ആൽക്കീന്റെ സ്ട്രക്ചർ വരയ്ക്കുക. അതങ്ങനെ ഒരു റിലേഷൻഷിപ്പ് പലയിടത്തും ചോദിക്കുന്നുണ്ട്. അത് കാരണമാണ് ഇത് നിങ്ങളുടെ മോഡൽ എക്സാംസിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്ട്രക്ചറൽ ഫോർമുല എഴുതാനായതുകൊണ്ട് നമുക്ക് എല്ലാ ബോൺസും കാണിക്കണം, ആ കാര്യം മറക്കല്ല്. നമ്മൾ മെയിൻ കാർബൺ സ്കെൽട്ടൺ വരച്ചു, ഒരു ഡബിൾ ബോണ്ടും സിംഗിൾ ബോണ്ടും. അങ്ങനെ ഇനി ഈ കാർബണ് ഇനി 2 വാലൻസിയും കൂടെ ഉള്ളൂ. അപ്പം 2 ഹൈഡ്രജൻ ആറ്റം കയറി. ഈ കാർബൺ ഇനി ഒരു ഹൈഡ്രജൻ ആറ്റം കൂടെ കയറുള്ളൂ. ഈ കാർബണ് 3 ഹൈഡ്രജൻ ആറ്റം കയറാം, കാരണം അപ്പോഴേ അതിന്റെ വാലൻസി സാറ്റിസ്ഫൈ ആവുള്ളൂ. അപ്പൊ നമ്മൾ റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല നമ്മൾ വരച്ചു. വേണം മോളിക്കുലർ ഫോർമുലയും വരയ്ക്കാം, കണ്ടൻസ് ഫോർമുലയും നമുക്ക് വരയ്ക്കാം. ക്വസ്റ്റ്യൻ പക്ഷേ സ്ട്രക്ചറൽ ഫോർമുല ആയിരുന്നു. മോളിക്കുലർ ഫോർമുല ഇത് തന്നെയാണ്. കണ്ടൻസ് ഫോർമുല ആണെങ്കിൽ CH2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3 എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
The structural formula of an organic compound is given. This compound belongs to ഏത് ഫാമിലിയിലേക്കായിരിക്കും? ഡബിൾ ബോണ്ട് ഉണ്ടല്ലേ, ആൽക്കീൻ. Write the molecular formula and IUPAC name of this compound. Write the molecular formula. ആദ്യം നമുക്ക് molecular formula എഴുതാം. ഇപ്പൊ ആൻസർ ബിയുടെ മോളിക്കുലാർ ഫോർമുല എഴുതുന്നത് എങ്ങനെയാ? എത്ര കാർബൺ ആറ്റം ഉണ്ട്? 4 എണ്ണം. C4H 1 2 3 4 5 6 7 8 C4H8 ആയി. IUPAC നെയിം ബ്യൂട്ടീൻ ആണ്. ബ്യൂട്ട് 4 കാർബൺ ആറ്റം ഉള്ളതുകൊണ്ട് ബ്യൂട്ട്, ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് ഈൻ, ബ്യൂട്ടീൻ. Write the structural formula of an alicyclic compound with the same molecular formula of the given compound. അത് നമ്മൾ ഓൾറെഡി വരച്ചായിരുന്നു. സി പാർട്ട് പറയുന്നത്, സി പാർട്ട് write the structural formula of an alicyclic compound with the same molecular formula. അങ്ങനെയാകുമ്പോൾ നമ്മൾ സൈക്ലോബ്യൂട്ടൈൻ വരയ്ക്കണം. അപ്പം 4 കാർബൺ ആറ്റം, എല്ലാ കാർബൺ ആറ്റത്തിലും 2 ഹൈഡ്രജൻ ആറ്റം വീതം, എന്നാലേ വാലൻസി ഫിൽ ആവുള്ളൂ. ഇത് നമ്മൾ പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു, ക്വസ്റ്റ്യൻസും ഇങ്ങനത്തെ പാറ്റേണുകൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും നിങ്ങളുടെ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിന്റെ പേരും കൂടെ എഴുതാം, സൈക്ലോബ്യൂട്ടൈൻ. ഓക്കെ, write down the molecular formula of benzene. Molecular formula ആണ് ചോദിച്ചത്, C6H6. നമ്മൾ കാണാപ്പാഠം പഠിക്കേണ്ടതാണ്. Structure of an aromatic hydrocarbon is given. What is the name of this compound? ഇതാണ് നമ്മുടെ വെരി ഫേമസ് ബെൻസീൻ. Write the molecular formula of this compound, C6H6. ബെൻസീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. A and B are 2 compounds with molecular formula C6H12. A is a cyclic compound and B is an open chain compound. Write the structural formula of A. A എന്ന് പറഞ്ഞത് ഒരു സൈക്ലിക് കോമ്പൗണ്ട് ആണെന്നാണ് പറഞ്ഞത് അല്ലേ? C6H12 അത് എന്ത് പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്? CnH2n, ആ പാറ്റേൺ അല്ലേ ഫോളോ ചെയ്യുന്നത്? ഇപ്പൊ C6 സൈക്ലിക് കോമ്പൗണ്ട് വരയ്ക്കാൻ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് സൈക്കിളായിട്ട് വരയ്ക്കാം. 6 ഉള്ളതുകൊണ്ട് ഏറ്റവും നല്ലൊരു ജോമെട്രി ഹെക്സഗൺ ആണ്. അപ്പൊ ഹെക്സഗൺ ജോമെട്രിയിൽ വരച്ചു. ഇനി എല്ലാത്തിനും 2 ഹൈഡ്രജൻ ആറ്റം വീതം കൊടുക്കുക. നമുക്ക് കിട്ടുന്ന സ്ട്രക്ചറിന്റെ പേരെന്താണെന്ന് അറിയാവോ? നിങ്ങൾക്കൊന്ന് പറയാവോ? ഇതിന്റെ പേര് സൈക്ലോ ഹെക്സ്. ഹെക്സ് എന്ന് പറഞ്ഞാൽ 6 കാർബൺ ആറ്റം, സൈക്ലോ എന്ന് പറഞ്ഞാൽ സൈക്ലിക് ആണ്, സൈക്ലോ ഹെക്സ് എയിൻ. സൈക്ലോ ഹെക്സെയിൻ എന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ള എ. സ്ട്രക്ചർ എ ആണ് ഞാൻ കാണിച്ചത്. ഇനി ബി ഒരു ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട് ആണെന്ന് പറഞ്ഞു. ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട് CnH2n ഉണ്ടെങ്കിൽ അതെന്താണേലും ഒരു ആൽക്കീൻ ആവും. അപ്പം വിച്ച് കോമ്പൗണ്ട് possesses എ ഡബിൾ ബോണ്ട്? കോമ്പൗണ്ട് ബി ആണ്. വേണേ കോമ്പൗണ്ട് ബി ഏതാണെന്ന് ചോദിച്ചിട്ടില്ല, എന്നാലും കാണിക്കാം. 6 കാർബൺ ആറ്റം, ഇതിലൊരു കാർബൺ ആറ്റത്തിന് ഡബിൾ ബോണ്ട്, പിന്നെ CH2CH വാലൻസി വീതം സാറ്റിസ്ഫൈ ചെയ്ത് കൊടുത്തു. ഞാൻ കണ്ടൻസ് ഫോർമുലയാണ് നേരെ എഴുതി പോകുന്നത്, ചോദിക്കാത്തതുകൊണ്ട്. ഇതാണ് നമ്മുടെ ബി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The following are statements about an organic compound. It contains 3 carbon atoms. There is only single bond between carbon atoms. It is an alicyclic compound. 3 കാർബൺ ആറ്റം ഉണ്ട്. സിംഗിൾ ബോണ്ട്സ് ആണ് എല്ലാ കാർബൺ ആറ്റങ്ങളും തമ്മിൽ. ഇതൊരു ആലിസൈക്ലിക് ആണ്. ആലിസൈക്ലിക് എന്ന് പറയുമ്പോൾ റിംഗ് കോമ്പൗണ്ട് ആണ്. അപ്പോൾ ഡ്രോ ദി സ്ട്രക്ചർ ഓഫ് ദിസ് കോമ്പൗണ്ട്. എ പാർട്ടിന്റെ ആൻസർ ആയിട്ട് നമുക്ക് വരയ്ക്കാം.
3 കാർബൺ ആറ്റം ഉള്ള റിംഗ്. എല്ലാം സിംഗിൾ ബോണ്ട് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി ബാലൻസ് സാറ്റിസ്ഫൈ ചെയ്യുക ഹൈഡ്രജനെ ഇട്ടിട്ട്. ഓക്കെ, റൈറ്റ് മോളിക്കുലാർ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. അപ്പൊ എന്താണ്? C3H1 2 3 4 5 6 C3H6 എന്ന് പറഞ്ഞു. ഡ്രോ ദി സ്ട്രക്ചർ ഓഫ് ആൻ ആൽക്കീൻ വിത്ത് ദിസ് മോളിക്കുലാർ ഫോർമുല. അപ്പൊ 3 കാർബൺ ആറ്റം ഉള്ള ആൽക്കീനെ അങ്ങ് വരച്ചു വെച്ചാൽ മതി. ഡ്രോ ദി സ്ട്രക്ചർ ചോദിച്ചുകൊണ്ട് സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കാം. ഇതിന്റെ പേരെന്ത് വരും? 3 കാർബൺ ആറ്റം, അപ്പം പ്രൊപ്പ്. ഡബിൾ ബോണ്ട് ഉണ്ട്, അത് കാരണം പ്രൊപ്പീൻ. മോളിക്കുലാർ ഫോർമുലയോ C3H, അത് ഓൾറെഡി തന്നിട്ടുണ്ട്, C3H6. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇത്ര നേരം പഠിച്ചുകൊണ്ടിരുന്ന കോമ്പൗണ്ട്സ് എല്ലാം സ്ട്രെയിറ്റ് ചെയിൻ അല്ലെ ഓപ്പൺ ചെയിനും റിംഗ് കോമ്പൗണ്ട്സും ആയിരുന്നു. ഇവിടെ തന്നിരിക്കുന്ന കോമ്പൗണ്ട് രണ്ടെണ്ണവും ഓപ്പൺ ചെയിൻ തന്നെയാണ്, പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. എന്താണ്? ഈ രണ്ടാമത്തെ കോമ്പൗണ്ടിന് എന്താണ് വ്യത്യാസമുള്ളത്? ഇവിടെ ഒരു ബ്രാഞ്ച് പോലെ ഇങ്ങനെ ഫോം ചെയ്യുന്നു. ഇങ്ങനെ വന്നിട്ട് ഇത് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ബ്രാഞ്ച് പോലെ ഫോം ചെയ്ത് രണ്ടായിട്ട് ഇവിടെ സ്പ്ലിറ്റ് ആക്കുന്ന പോലെ തോന്നുന്നുണ്ട്. മേളത്തെ ആളെ നമുക്കറിയാം, പേരെന്താണ്? ബ്യൂട്ടെയിൻ എന്നാണ് പേര്. പക്ഷെ ഈ രണ്ടാമത്തെ ആളുടെ പേര് നമുക്ക് ബ്യൂട്ടെയിൻ ഇടാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇങ്ങനത്തെ ബ്രാഞ്ച്ഡ് കോമ്പൗണ്ട്സിന് നമ്മൾ എങ്ങനെ പേരിടുമെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം നമുക്ക് ബ്രാഞ്ചുകളുടെ പേര് പഠിക്കണം. ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന പോലെ ഈ CH3 ഇങ്ങനെ കൊടുത്തിട്ടുള്ള ഒരു ബ്രാഞ്ചാണ്. ഒരു കാർബൺ ആറ്റത്തിന് നമ്മൾ മീതൈൽ മെത്തെന്നാണല്ലോ വിളിക്കുന്നത്. അപ്പൊ ഇതിനെ മീതൈൽ എന്ന് വിളിക്കും. മീതൈൽ ബ്രാഞ്ച്, ഈ ബ്രാഞ്ചിന്റെ പേര്, അല്ലെങ്കിൽ ഈ സബ്സ്റ്റിറ്റ്യൂവന്റിന്റെ പേര്. ഇതാണെങ്കിൽ എത്ത് പ്ലസ് YL, അപ്പൊ ഈതൈലിനായി. ഇതാണെങ്കിൽ പ്രൊപ്പ് പ്ലസ് YL, അപ്പൊ പ്രൊപ്പൈലിനായി. അങ്ങനെയാണ് നമ്മൾ ബ്രാഞ്ചുകൾക്ക് പേര് കൊടുക്കുന്നത്. ഇനി ബ്രാഞ്ചുകളുടെ പേര് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ ഈ ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ എന്താണെന്ന് കണ്ടുപിടിക്കണം. ഏറ്റവും ലോങ്ങസ്റ്റ് കണ്ടിന്യൂസ് കാർബൺ ചെയിനെയാണ് നമ്മൾ മെയിൻ ചെയിനായിട്ട് എടുക്കുന്നത്. ഞാൻ ഇങ്ങനെ എണ്ണിപ്പോയാൽ എനിക്ക് 4 കാർബൺ ആറ്റത്തെ കിട്ടും. തിരിച്ചെണ്ണിയാൽ 4 കാർബൺ ആറ്റം. ഇവിടുന്ന് താഴെ നിന്ന് എങ്ങനെ വേണമെങ്കിലും എണ്ണാം. ഇവിടുന്ന് എണ്ണിയാലും എനിക്ക് 4 കാർബൺ ആറ്റമാണ് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുക, അല്ലേ? അപ്പൊ അതാണ് നമ്മുടെ മെയിൻ ചെയിൻ. അടുത്ത നമ്മൾ ഈ ബ്രാഞ്ചിനെ അപ്പൊ മെയിൻ ചെയിൻ അപ്പൊ 4 കാർബൺ ആറ്റം ഉള്ളതാണെന്ന് നമുക്ക് മനസ്സിലായി. 4 കാർബൺ ആറ്റം ഉള്ള ചെയിന്റെ പേരെന്താ? ബ്യൂട്ടെയിൻ. ബ്രാഞ്ചിന്റെ പേരെന്താ? ഒരു CH3 യൂണിറ്റ് വരുന്നതിനെ നമ്മൾ മീതൈൽ എന്ന് വിളിക്കും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ പൊസിഷൻ ഇട്ട് കൊടുക്കാനുള്ളതാ. നമ്മൾ ഈ ബ്രാഞ്ച് ഉള്ള ഈ കാർബണ് ഏറ്റവും ചെറിയ നമ്പർ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കണം. ഞാൻ ഇവിടുന്ന് എണ്ണുവാണെങ്കിൽ 1 2 3 4. അതേസമയം ഞാൻ ഇവിടുന്ന് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എണ്ണുവാണെങ്കിൽ 1 2 3 4. ഈ ബ്രാഞ്ച് ഉള്ള കാർബൺ ആറ്റത്തിന് എപ്പോഴാണ് ഏറ്റവും ചെറിയ നമ്പർ കിട്ടിയത്? ഫസ്റ്റ് എണ്ണിയപ്പോഴാണോ രണ്ടാമത് എണ്ണിയപ്പോഴാണോ? രണ്ടാമത് എണ്ണിയപ്പോഴാണ്. ഇപ്പൊ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത് ഏതാ? രണ്ടാമത് എണ്ണിയത്, ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. ഇപ്പൊ ഏറ്റവും ലോവസ്റ്റ് നമ്പർ ഇടാൻ നോക്കുക ആ ബ്രാഞ്ചിന്. അപ്പൊ പൊസിഷൻ ഓഫ് ദി ബ്രാഞ്ച് വരുന്നത് സെക്കൻഡ് കാർബൺ ആറ്റത്തിലാണ്. ഇനി ഇതിന്റെ പേര് വരുമ്പോൾ നമ്മൾ ആദ്യം പൊസിഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുക, 2, എന്നിട്ട് ഹൈഫൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബ്രാഞ്ചിന്റെ പേര് എഴുതുക, മീതൈൽ. എന്നിട്ട് എന്താണോ മെയിൻ ചെയിൻ അത് ഇട്ട് കൊടുക്കുക, ബ്യൂട്ടെയിൻ. 2 മീതൈൽ ബ്യൂട്ടെയിൻ എന്നായി ഇതിന്റെ പേര്. ഇത് വെറും ബ്യൂട്ടെയിൻ, ഇത് 2 മീതൈൽ ബ്യൂട്ടെയിൻ. രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ ഒരു മീതൈൽ ബ്രാഞ്ച് ഉള്ള ബ്യൂട്ടെയിൻ. ഓക്കെ, ഇനി ഇവിടെയും നമുക്ക് ഇപ്പൊ ഈ തന്നിരിക്കുന്ന ഇങ്ങനെ എപ്പോഴും എഴുതി പോകണമെന്ന് ആവശ്യമില്ല. ചിലപ്പോൾ ക്വസ്റ്റ്യൻസിൽ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ സ്പെഷ്യലായിട്ട് എടുത്തിട്ട് ചോദിക്കും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ പേര് എഴുതാൻ നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാനുള്ള ആ ഒരു ലെവൽ എത്തണം. അപ്പൊ നമ്മൾ നേരെ ഏറ്റവും ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ എടുത്ത് നോക്കുക. ഇങ്ങനെ എണ്ണി നോക്കിയാൽ 5 എണ്ണം. ഓക്കെ, ഇങ്ങനെ എണ്ണി നോക്കിയാൽ 5 എണ്ണം. ഇപ്പൊ നമുക്ക് ഇത് മെയിൻ ചെയിൻ ആയിട്ട് എടുക്കാം. താഴോട്ടുള്ളതും എടുക്കാം, ഒരു കുഴപ്പമില്ല. ഇനി ഇപ്പൊ ബ്രാഞ്ച് ആയിട്ട് കിടക്കുന്ന ഈ CH3 ആണ്. അതിന് ഏറ്റവും ലോവസ്റ്റ് നമ്പർ കിട്ടണമെങ്കിൽ ഞാൻ എങ്ങനെ എണ്ണണം? ലെഫ്റ്റ് ടു റൈറ്റ് എണ്ണണോ അതോ റൈറ്റ് ടു ലെഫ്റ്റ് എണ്ണണോ? റൈറ്റ് ടു ലെഫ്റ്റ് എണ്ണുമ്പോഴാണ് ഏറ്റവും ലോവസ്റ്റ് നമ്പർ കിട്ടുന്നത്.
അപ്പൊ അതിന്റെ പേര് നമുക്ക് പറയാം 2. ആദ്യം പൊസിഷൻ 2. എന്നിട്ട് എന്ത് ബ്രാഞ്ച് ആണ്? മീഥൈൽ ബ്രാഞ്ച് ആണ്. അപ്പൊ 2 മീഥൈൽ. എന്നിട്ട് മെയിൻ ചെയിന്റെ പേരെന്താ? 1 2 3 4 5. 5 കാർബൺ ആറ്റം ഉള്ള മെയിൻ ചെയിൻ പെന്റ് എയിൻ. ഓക്കെ. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ മെയിൻ ചെയിൻ നോക്കുമ്പോൾ ഇത് തന്നെയാണ്. കാരണം ലോങ്ങസ്റ്റ് കണ്ടിന്യൂസ് കാർബൺ ചെയിൻ അതാണ് വരുന്നത്. ഇനി നമുക്ക് നമ്പർ ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ ലെഫ്റ്റ് ടു റൈറ്റ് എണ്ണിയാലും റൈറ്റ് ടു ലെഫ്റ്റ് എണ്ണിയാലും സെയിം നമ്പർ ആണ് ബ്രാഞ്ച് ഉള്ള കാർബൺ ആറ്റത്തിന് വരുന്നത്. ഈ ബ്രാഞ്ച് ഉള്ള കാർബൺ ആറ്റത്തിന് ഇവിടെ നിന്ന് എണ്ണിയാൽ പോലും 3 ആണ്, കാരണം നടുക്കായുണ്ട്. അപ്പൊ അതിന്റെ പേരെന്ത് വരും? ആദ്യം നമ്മൾ പൊസിഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു 3. എന്നിട്ട് ബ്രാഞ്ചിന്റെ പേര് മീഥൈൽ. ഇങ്ങനെ CH3 വരുന്ന ബ്രാഞ്ചിന്റെ പേര് മീഥൈൽ എന്നാണ്. മീഥൈൽ 3 മീഥൈൽ 5 കാർബൺ ആറ്റം ഉള്ള മെയിൻ ചെയിൻ പെന്റെയിൻ. കണ്ടല്ലോ. നമുക്ക് ഇനിയും സോൾവ് ചെയ്യാം. ഓക്കെ. ഇവിടെ നിങ്ങൾ നോക്കുക, നമുക്ക് പല രീതിയിൽ എണ്ണി നോക്കാൻ പറ്റും. ഇങ്ങനെ എണ്ണാം, അല്ല ഇതിനെ മെയിൻ ചെയിൻ ആയിട്ട് എടുക്കാം. അപ്പൊ ഇങ്ങനെ എടുത്താൽ എത്ര കാർബൺ ആറ്റം? 1 2 3 4 5. ഇങ്ങനെ എടുത്താലും എത്ര കാർബൺ ആറ്റം? 1 2 3 4 5. അപ്പൊ നമ്മൾ ഇങ്ങനെ എടുക്കണം, അല്ലാണ്ട് എപ്പോഴും നിവർന്ന് കിടക്കുന്ന തന്നെ എടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് പല രീതിയിൽ എടുത്തു നോക്കാം. ഇനി അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ ചെയിൻ ആയിട്ട് എടുത്തത്. 5 കാർബൺ ആറ്റം ഉള്ള മെയിൻ ചെയിൻ. 5 കാർബൺ ആറ്റം ഉള്ള ആ ഇതിന് നമ്മൾ പെന്റെയിൻ എന്ന് പേരിടും, കാരണം ഇവിടെ എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് പെന്റ് എയിൻ. ഇനി ബ്രാഞ്ച് ഏതാ വരുന്നത് നോക്കാം. 1 2 3. നടുക്കായതുകൊണ്ട് എങ്ങനെ വേണേലും നമ്പർ ചെയ്യാം. മൂന്നാമത്തെ കാർബൺ ആറ്റത്തിൽ ഒരു ഈഥൈൽ ബ്രാഞ്ച് ആണ് വരുന്നത്. അപ്പൊ 3 ഈഥൈൽ ബ്രാഞ്ച് വരുന്നതുകൊണ്ട് ഈഥൈൽ. ഇനി മെയിൻ ചെയിന്റെ പേരെന്താ? പെന്റെയിൻ. അപ്പൊ ഇതിന്റെ പേര് വരുന്നത് 3 ഈഥൈൽ പെന്റെയിൻ. ഈ ക്വസ്റ്റിന് കുറച്ചുകൂടെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഇപ്പം നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നതിന്. ഇതിന്റെ ലോങ്ങസ്റ്റ് ചെയിൻ എന്ത് വരും? ഇതാണോ അതിന്റെ ലോങ്ങസ്റ്റ് ചെയിൻ, അതോ ഇതാണോ അതിന്റെ ലോങ്ങസ്റ്റ് ചെയിൻ? നമുക്ക് ലോങ്ങസ്റ്റ് കണ്ടിന്യൂസ് ചെയിൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ വേണേലും എണ്ണി നോക്കാം. നേരെ പോവാം, വളഞ്ഞു പോവാം, എങ്ങനെ പോവാം, എന്നാലും കണ്ടിന്യൂസ് ആയിട്ട് എണ്ണി പോകണം. അപ്പൊ ഇവിടെ ഞാൻ എണ്ണുവാണെങ്കിൽ 1 2 3 4 5. 5 കാർബൺ ആറ്റത്തെ എനിക്ക് അടുപ്പിച്ചെണ്ണാം, പക്ഷെ ഇങ്ങനെ പോയാൽ ആകെ 4 എണ്ണേ പറ്റുള്ളൂ. അപ്പൊ ഇത് നമുക്ക് മെയിൻ ചെയിൻ ആയിട്ട് എടുക്കുവാണെങ്കിൽ ഏതായിരിക്കും ബ്രാഞ്ച് ആയിട്ട് കിടക്കുന്ന പുള്ളി? ബ്രാഞ്ച് ആയിട്ട് കിടക്കുന്നത് ഇതല്ലേ? ബ്രാഞ്ച് ആയിട്ട് കിടക്കുന്ന ഈ CH3 നമ്മൾ എന്താ വിളിക്കാറ്? മീഥൈൽ എന്ന് വിളിക്കും. ഇനി അതിന്റെ പൊസിഷനും കൂടെ പറയണം. എത്രാമത്തെ കാർബൺ ആറ്റത്തിലാ? 1 2 3. നടുക്കായിട്ടായതുകൊണ്ട് ഇവിടുന്ന് എണ്ണിയാലും സെയിം ആണ്, 3 തന്നെ വരുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം പൊസിഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു 3. എന്ത് ബ്രാഞ്ച് ആണ്? മീഥൈൽ. ഇനി മെയിൻ ചെയിൻ ഏതാണ്? 1 2 3 4 5. പെന്റെയിൻ. 3 മീഥൈൽ പെന്റെയിൻ എന്ന് വരും പേര്. ഓക്കെ. ഇപ്പൊ ഇത്ര നേരം ഒരു ബ്രാഞ്ച് മാത്രമേ വന്നുള്ളൂ, പക്ഷെ ഈ ഒരു മോളിക്യൂളിനകത്ത് 2 ബ്രാഞ്ച് വരുന്നുണ്ട്. ലോങ്ങസ്റ്റ് കണ്ടിന്യൂസ് കാർബൺ ചെയിൻ എണ്ണുമ്പോൾ 1 2 3 4 5. എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എണ്ണാം, പക്ഷെ 1 2 3 4 5 5 തന്നെ വരുന്നതുകൊണ്ട് ഞാൻ ഇത് തന്നെ എടുത്തു. ഇനി നമുക്ക് ഇതിട്ട് കൊടുക്കണം, നമ്പറിങ് ചെയ്ത് കൊടുക്കുക. 1 2 3 4 5. ഓക്കെ. ഇപ്പൊ ഈ നമ്പറിങ് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്താലും ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്താലും രണ്ടും 2 4 2 4 തന്നെ വരുന്നുള്ളൂ. അത് കാരണം ഇവിടെ ആ ഒരു പ്രശ്നം വരുന്നില്ല. രണ്ടിടത്തുള്ള ഇതേതാ? ബ്രാഞ്ച് ഏതാ? മീഥൈലാണ്. രണ്ടിടത്തും മീഥൈൽ ബ്രാഞ്ച് ആണ് വരുന്നത്. അപ്പൊ ഇതിന്റെ പേരിടുമ്പോൾ 2 പൊസിഷൻ ഉണ്ടല്ലോ. ഇപ്പൊ ആദ്യം നമ്മൾ പൊസിഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുക 2. 2 കോമ ഇടുക. രണ്ടാമത്തെ കാർബൺ ആറ്റത്തില് കോമ, നാലാമത്തെ കാർബൺ ആറ്റത്തില്. രണ്ടിടത്തും മീഥൈൽ തന്നെയാണ്. അത് കാരണം രണ്ട് പ്രാവശ്യം വരുന്നതുകൊണ്ട് ഡൈമീഥൈൽ എന്ന് വരുന്നു. ഡൈമീഥൈൽ. ഇനി മെയിൻ ചെയിന്റെ പേരിടുക 1 2 3 4 5. ഡൈമീഥൈൽ പെന്റെയിൻ എന്ന് വരും. ഓക്കെ. 2 എണ്ണം വരുവാണെങ്കിൽ 2 ടൈംസ് വന്നാൽ അതിന് ഡൈ, 3 ടൈംസ് വന്നാൽ ട്രൈ, അതുപോലെ 4 ടൈംസ് വന്നാൽ ടെട്ര. ഓക്കെ. ഇപ്പൊ ഡൈമീഥൈൽ, ട്രൈമീഥൈൽ, ടെട്രാമീഥൈൽ നമ്മൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇതിന്റെ ആൻസർ വരിക 2 4 ഡൈമീഥൈൽ പെന്റെയിൻ ആണ്. ക്ലിയർ ആയോ? ഓക്കെ. അടുത്തൊരു മോളിക്യൂളിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ലോങ്ങസ്റ്റ് കാർബൺ ചെയിനെ കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്.
ഞാൻ ഇങ്ങനെയാണ് നോക്കാം. 1 2 3 4 5 6 1 2 3 4 5 6. അപ്പൊ അതാണ് ലോങ്സ്റ്റ് കണ്ടിന്യൂസ് കാർബൺ ചെയിൻ. നിങ്ങൾക്ക് വേണേ വേറെ രീതിയിലുണ്ടെങ്കിൽ നോക്കാം, പക്ഷെ ഇതേ കിട്ടുള്ളൂ. ഇനി നമ്പറിങ് കൊടുക്കുമ്പോൾ ഞാൻ എങ്ങനെ കൊടുക്കണം? ലെഫ്റ്റ് ടു റൈറ്റ് കൊടുക്കണോ, റൈറ്റ് ടു ലെഫ്റ്റ് കൊടുക്കണം? ഞാനിപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് കൊടുക്കുവാന്ന് വെച്ചു. 1 2 3 4 5 6. അപ്പൊ പൊസിഷൻസ് വരുന്ന ഏതൊക്കെയാ? 3യും 5ഉം. നമ്മളിപ്പോൾ ഒരാൾ സ്പെഷ്യൽ ആണെങ്കിൽ ആ ആൾക്ക് ഏറ്റവും ചെറിയ നമ്പർ കൊടുക്കാൻ നോക്കും. ഇപ്പൊ ഈ ബ്രാഞ്ചുകളുള്ള കാർബൺ ആറ്റംസ് സ്പെഷ്യൽ ആണ്, അവർക്ക് നമ്മൾ ഏറ്റവും ചെറിയ നമ്പർ കൊടുക്കാൻ നോക്കണം. അതാണ് ഇവിടുത്തെ കൺസെപ്റ്റ്. ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ 1 2 3 4 5 6. ഇപ്പൊ വരുന്ന എവിടെയൊക്കെയാ? 4ലും 2ലും വരുന്നുണ്ട്. അപ്പൊ നമ്മൾ പൊസിഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുമ്പോൾ 2,4 എന്ന് വരില്ലേ? അപ്പൊ ഏതാണ് കുറച്ചുകൂടെ കറക്റ്റ്? ഇതല്ലേ? 2,4 അതാണല്ലോ ചെറുത്. അപ്പൊ അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. ആ രീതിയിൽ നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ പേരെന്ത് വരും? 2,4. രണ്ടും മീഥൈൽ ഗ്രൂപ്പ് തന്നെയാണ് വരുന്നത്. ഇവിടെയും CH3, ഇവിടെയും CH3. ഇപ്പൊ എന്ത് വരും? 2,4 ഡൈ മീഥൈൽ. 6 കാർബൺ ആറ്റം ഉള്ളതുകൊണ്ട് ഹെക്സ്, എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE, ഹെക്സെയിൻ. 2,4 ഡൈമീഥൈൽ ഹെക്സെയിൻ എന്ന് വന്നു പേര്. ഇതിന്റെ പേരിടുമ്പോൾ ഇവിടെയും നമ്മൾ ലോവസ്റ്റ് നമ്പർ കൊടുക്കാൻ നോക്കുക. ആദ്യം നമ്മൾ മെയിൻ ചെയിൻ ഐഡന്റിഫൈ ചെയ്യുക. 1 2 3 4 5 6. ഇങ്ങനെ എണ്ണി നോക്കിയാലാണ് നമുക്ക് മെയിൻ ചെയിനെ കിട്ടുക. വേറെ രീതിയിൽ എണ്ണാം, പക്ഷെ വ്യത്യാസം വരുന്നില്ല. ഇത് കാരണം ഇത് തന്നെയാണ് ഞാൻ മെയിൻ ചെയിൻ ആയിട്ട് എടുക്കുന്നത്. ഏറ്റവും ലോവസ്റ്റ് പോസിബിൾ നമ്പർ ഇട്ട് കൊടുക്കാൻ വേണ്ടി എണ്ണുമ്പോൾ 1 2 3 4 5 6. ഇങ്ങനെ എണ്ണുമ്പോഴാണ് ഏറ്റവും ചെറിയ നമ്പേഴ്സ് സബ്സ്റ്റിറ്റ്യൂവൻസിന് അല്ലെങ്കിൽ ബ്രാഞ്ചസിന് വരുന്ന രീതിയിൽ എണ്ണാൻ പറ്റുക. ബ്രാഞ്ചുകൾ ഏതൊക്കെയാ? 3ഉം മീഥൈൽ ബ്രാഞ്ചുകളാണ്. 3 വരുമ്പം നമ്മൾ ആദ്യം പൊസിഷൻ ഇൻഡിക്കേറ്റ് ചെയ്ത് തുടങ്ങണം. 2 3 5 ഹൈഫൻ 3 പ്രാവശ്യവും മീഥൈൽ വന്നുകൊണ്ട് നമ്മൾ ട്രൈ മീഥൈൽ. മെയിൻ ചെയിൻ 6 കാർബൺ ആറ്റം ഉള്ളതുകൊണ്ട് ഹെക്സ് എയിൻ. ഇതാണ് ഇവിടുത്തെ നെയിം വരിക. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത്രയും നേരം നമ്മൾ സ്ട്രക്ചർ തന്നിട്ട് നമ്മൾ പേര് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പേര് തന്നിട്ട് സ്ട്രക്ചർ വരയ്ക്കാൻ നോക്കിയാലോ? ഓക്കെ, നമുക്ക് വരച്ചു നോക്കാം. അതിനൊരു എളുപ്പ വഴി എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ആ വേർഡ് റൂട്ട് ആദ്യം ശ്രദ്ധിക്കുക. വേർഡ് റൂട്ട് ആദ്യം ശ്രദ്ധിക്കണം. പെൻറ്റെയിൻ. പെന്റ് എന്ന് പറഞ്ഞാൽ 5 കാർബൺ ആറ്റം. ഞാൻ 5 കാർബൺ ആറ്റം വരച്ചു. എന്നിട്ട് ഇനി എന്താണ് ചെയ്യേണ്ടത്? 5 കാർബൺ ആറ്റം, അതിനാദ്യം നമുക്കിവിടെ പേര് തന്നിട്ടുണ്ട്. പേര് തന്നിട്ട് നമുക്ക് അതിൽ നിന്ന് സ്ട്രക്ചർ വരയ്ക്കാനാണ് ചോദ്യം. അപ്പൊ അതിന്റെ ഏറ്റവും എളുപ്പ വഴി എന്താന്ന് പറഞ്ഞാൽ ആ വേർഡ് റൂട്ട് ആദ്യം ഐഡന്റിഫൈ ചെയ്തിട്ട് ആ നമ്പർ ഓഫ് കാർബൺ ആറ്റംസിനെ നമുക്ക് സിംഗിൾ ബോണ്ട് ഇട്ട് നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാം ആദ്യം തന്നെ. അപ്പൊ 5 കാർബൺ ആറ്റം ഉണ്ട്. പെന്റ് എയിൻ ആയതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം എല്ലാം സിംഗിൾ ബോണ്ട്സ് ആണെന്ന്. ഇനി ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ നമുക്കൊരു കൂട്ടിയാൽ മതി. ഓക്കെ, പെന്റെയിൻ. അപ്പൊ അത്ര നമ്മളായി. അപ്പൊ പെന്റെയിൻ വരെ നമ്മൾ വരച്ചു. ഇനി ട്രൈ മീഥൈൽ ആഡ് ആക്കും. ട്രൈ മീഥൈൽ ഏതൊക്കെ പൊസിഷനിൽ? 2 3 3. ഇപ്പൊ ഫസ്റ്റ് കാർബൺ ആറ്റത്തിൽ ഒന്നുമില്ല. സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. തേർഡ് കാർബൺ ആറ്റത്തിൽ 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ CH3 CH3. ഓക്കെ, ഇനി നമ്മൾ ഹൈഡ്രജനെ സാറ്റിസ്ഫൈ ചെയ്യുക. ഹൈഡ്രജൻ ആറ്റംസിനെ ആഡ് ചെയ്ത് കാർബണിന്റെ ബാലൻസ് സാറ്റിസ്ഫൈ ചെയ്യുക. ഇപ്പൊ H H H H. കാർബൺ എപ്പോഴും 4 ബോണ്ടുകളുണ്ട് ചുറ്റിനും, കാരണം ബാലൻസി 4 ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ സ്ട്രക്ചർ. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. ഇതിപ്പം ഇങ്ങനെ വരയ്ക്കാം. അതല്ലാണ്ട് സ്ട്രക്ചറൽ ഫോർമുല ആയിട്ട് നിങ്ങൾക്ക് വേണേൽ ട്രൈ ചെയ്യാം. സ്ട്രക്ചറൽ ഫോർമുല ആയിട്ട് വരയ്ക്കുവാണെങ്കിൽ എങ്ങനെ വരുന്നത് ഞാൻ കാണിച്ചു തരാം. സോ സ്ട്രക്ചറൽ ഫോർമുല അല്ല, കണ്ടൻസ്ഡ് ഫോമിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തി വരയ്ക്കുമ്പോൾ CH3 CH CH2 CH3 ഇങ്ങനെയും നിങ്ങൾക്ക് വരച്ചു വെക്കാം. ഓക്കെ.
മറ്റേതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ വരയ്ക്കാം, ഇങ്ങനെയാണെങ്കിലും വരയ്ക്കാം. ഇനി അടുത്ത അതേപോലത്തെ സെയിം ലോജിക്ക് പെൻറ്റ് വരയ്ക്കാൻ ആദ്യം ഞാൻ 5 കാർബൺ ആറ്റംസിനെ വരച്ചു. 3, 4, 5. പെൻറ്റെയിൻ ആണ്, അത് കാരണം എല്ലാം സിംഗിൾ ബോൺസ്. ഓക്കെ, കുഴപ്പമില്ല. ഇനി 3 ഡൈ ഈതൈൽ, തേർഡ് കാർബൺ ആറ്റത്തിൽ 2 ഈതൈൽ ഗ്രൂപ്പ്. അപ്പോൾ CH2 CH3 ഒരെണ്ണം, മുകളിലേക്ക് CH2 CH3 ഗ്രൂപ്പിനെയാണ് നമ്മൾ ഈതൈൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്, അത് കാരണം അങ്ങനെ. ഇനി കാർബണിന്റെ വാലൻസി സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾ കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എളുപ്പം എഴുതാൻ പറ്റും. കാർബണിന്റെ ഒക്കെ വാലൻസി കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇതാണ് നമുക്ക് പറഞ്ഞിട്ടുള്ള സ്ട്രക്ചർ. 3 ഡൈമീതൈൽ പെൻറ്റെയിൻ എന്ന് വെച്ചാൽ തേർഡ് കാർബൺ ആറ്റത്തിൽ 1, 2, 3 തേർഡ് കാർബൺ ആറ്റത്തിൽ 2 ഈതൈൽ ഗ്രൂപ്പ് ഉള്ള പെൻറ്റെയിൻ. ഓക്കെ, അപ്പൊ ഈ ബ്രാഞ്ചിന് നമ്മൾ ഏറ്റവും ചെറിയ നമ്പർ കൊടുത്ത പോലെ തന്നെ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് വരുമ്പോൾ നമ്മൾ ചെറിയ നമ്പർ കൊടുക്കണം. പക്ഷേ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടിന്റെ നമ്പർ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ EN YNE അതിന് തൊട്ട് മുമ്പാണ്. അവിടെയാണ് നമ്മൾ കൊണ്ടുപോയി ഇൻഡിക്കേറ്റ് ചെയ്യേണ്ടത്. ഇതെന്താണ്? ഇതിന്റെ വേർഡ് റൂട്ട് എന്താ? 4 കാർബൺ ആറ്റം. ഇപ്പൊ ബ്യൂട്ട് എന്നിട്ട് എന്താണ്? ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ നമ്മൾ സാധാരണ ഇത് എഴുതിക്കൊണ്ടിരുന്നത് ബ്യൂട്ടീൻ എന്നാണ്. ഓക്കെ, ഫസ്റ്റ് കാർബൺ ആറ്റത്തിലായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഇതിനെ വേണേൽ ഇങ്ങനെയും പേരിടാം, ബ്യൂട്ട് 1 ഈൻ. അതിന്റെ അർത്ഥം ബ്യൂട്ട് 4 കാർബൺ ആറ്റം ഉണ്ട്, അതിൽ ഫസ്റ്റ് കാർബൺ ആറ്റത്തിലാണ് ഡബിൾ ബോണ്ട്. അപ്പൊ ഡബിൾ ബോണ്ട് ഒക്കെ നമ്മൾ പേരിന്റെ അവസാനമായിട്ടാണല്ലോ കൊടുക്കുന്നത്, സഫിക്സ് ആയിട്ട്. അത് കാരണം അവിടെയാണ് നമ്മൾ അതിന്റെ നമ്പർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ നമ്പർ എന്ത് വരും? ഇതിന്റെ പേര് എന്ത് വരും കറക്റ്റ് ആയിട്ട്? നമ്മൾ ലോവസ്റ്റ് നമ്പർ കൊടുക്കാൻ നോക്കണം ആ ഡബിൾ ബോണ്ട് ഉള്ള ആ കാർബൺ ആറ്റത്തിന്. കാരണം സ്പെഷ്യൽ ആൾക്ക് നമ്മൾ സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കുന്ന പോലെ. അപ്പൊ പെന്റ് 5 കാർബൺ ആറ്റം ഉള്ളതുകൊണ്ട് പെന്റ് രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലാണ് ബോണ്ട് വരുന്നത്, പെന്റ് 2 ENE, പെന്റ് 2 എന്ന് വരും. ഇത് പെന്റ് 2 ആണ്. ഇപ്പുറത്തുനിന്ന് എണ്ണിയാൽ അത് തെറ്റിപ്പോവും. ഏറ്റവും ലോവസ്റ്റ് നമ്പർ കൊടുക്കാൻ നോക്കുക ഡബിൾ ബോണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കാർബൺ ആറ്റത്തിന്. ഇതിനാണെങ്കിലോ ഇത് മിഡിൽ ആയിട്ട് വരുന്നതുകൊണ്ട് എങ്ങനെ എണ്ണിയാലും കുഴപ്പമില്ല. ഞാൻ ഇവിടുന്ന് എണ്ണുവാണ് 1, 2, 3, 4. 4 കാർബൺ ആറ്റം ഉണ്ട്. അപ്പൊ വേർഡ് റൂട്ട് ഏതാണ്? ബ്യൂട്ടാണ്. ഹൈഫൻ, ഒരു ഹൈഫൻ ഇടണം, ബ്യൂട്ട് ഹൈഫൻ. പക്ഷെ ഇത് എയിൻ അല്ല, വൈൻ ആണ്, YNE ആണ്. അപ്പം ബ്യൂട്ട് 2 YNE, ബ്യൂട്ട് 2 വൈൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നോക്കാം. പല സ്ട്രക്ചേഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കാണും ഇപ്പൊ തന്നെ. പക്ഷെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. സെലക്ട് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദി ഗിവൺ കോമ്പൗണ്ട്സ് ഫ്രം ദി ബോക്സ്. പ്രൊപ്പീൻ അപ്പൊ ഏതായിരിക്കും ഇതിനകത്ത്? പ്രൊപ്പെന്ന് കേൾക്കുമ്പോൾ തന്നെ 3 കാർബൺ ആറ്റം ഉള്ള ആകെ ഒരാളെ ഉള്ളൂ. ഈൻ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് ഉണ്ടെന്ന്. അപ്പം എയുടെ ആൻസർ ഇതാണ്, പ്രൊപ്പീൻ. ഇനി രണ്ടാമത്തെ കണ്ടുപിടിക്കാൻ നിങ്ങൾ കുറച്ചൊന്ന് ചിന്തിക്കണം. ബ്യൂട്ട് 1 വൈൻ എന്നാണ്. ബ്യൂട്ട് 1 വൈൻ. അപ്പൊ ബ്യൂട്ട് എന്ന് പറഞ്ഞാൽ 4 കാർബൺ ആറ്റംസ്. ഇവിടെ 4 കാർബൺ ആറ്റം ഉള്ള 2 ആൾക്കാരുണ്ട്. പക്ഷെ അവിടെ 1 എന്ന് കൊടുത്തിരിക്കുന്നുണ്ടോ? എന്ന് വെച്ചാൽ എന്താ? ഫസ്റ്റ് കാർബൺ ആറ്റത്തിൽ തന്നെ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ ആരാണ്? ഇതേ വരുള്ളൂ. ഫസ്റ്റ് കാർബൺ ആറ്റത്തിൽ തന്നെ ട്രിപ്പിൾ ബോണ്ട് ഉള്ളത് 1, 2, 3, 4. ഓക്കെ, അപ്പൊ ഇതാണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Analyze the given structure. How many carbon atoms are there in the main chain of this compound? അപ്പൊ ആദ്യം നമ്മൾ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ടെന്ന് പറയാനാണ് ക്വസ്റ്റ്യൻ. മെയിൻ ചെയിൻ നിങ്ങൾ എണ്ണി നോക്ക്. ഞാൻ പല രീതിയിൽ എണ്ണി കാണിക്കാം. 1, 2, 3, 4. അങ്ങനെ എണ്ണുമ്പോൾ ആകെ 4 വരുന്നുള്ളൂ. ഇനി വേണം ഇങ്ങനെ എണ്ണാം, 1, 2, 3, 4. അങ്ങനെ എണ്ണിയാലും 4 വരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത്രേ ഉള്ളൂ പോസിബിലിറ്റി എന്ന്. പക്ഷെ ഒന്ന് വളഞ്ഞും തിരിഞ്ഞും ഒക്കെ ചിന്തിച്ചു നോക്കണം. അപ്പൊ ഇങ്ങനെ എണ്ണുമ്പോൾ 1, 2, 3, 4, 5. അപ്പം മെയിൻ ചെയിനിൽ 5 കാർബൺ ആറ്റം ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ ബ്രാഞ്ച് ആയിട്ട് കിടക്കുന്ന ആളാരാ? ഇത്. അപ്പൊ ആദ്യത്തെ പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാം. മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദെയർ ഇൻ ദ മെയിൻ ചെയിൻ ഓഫ് ദിസ് കോമ്പൗണ്ട്? 6 കാർബൺ ആറ്റംസ്.
ഇനി സെക്കൻഡ് പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. റൈറ്റ് ദി IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. IUPAC നെയിം എഴുതാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം നമ്മൾ ഇതിനെ നമ്പർ ചെയ്യണം കറക്റ്റ് ആയിട്ട്. മെയിൻ ചെയിൻ കണ്ടുപിടിച്ചു. ഇനി ഇവിടുന്ന് എണ്ണണോ ഇവിടുന്ന് എണ്ണണോ എന്നാണ് തീരുമാനം. പക്ഷേ ഈ ബ്രാഞ്ച് സെൻറ്ററിൽ തന്നെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണേലും എണ്ണാം. അപ്പോൾ ഞാൻ ഇങ്ങനെ എണ്ണുന്നു 1 2 3 4 5 അങ്ങനെ എണ്ണുവാണെങ്കിൽ തേർഡ് കാർബൺ ആറ്റത്തിലാണ് ബ്രാഞ്ച് കിടക്കുന്നത്. പേര് സ്റ്റാർട്ട് ആക്കുമ്പം 3 ഹൈഫൻ ഏത് ബ്രാഞ്ചാണ്? മീതൈലാണ്. 3 മീതൈൽ. പിന്നെന്ത് വരും? 5 കാർബൺ ആറ്റം ഉള്ളതുകൊണ്ട് പെൻറ്റെയ്ൻ. ഓക്കെ, ആ പേര് അതിന്റെ കംപ്ലീറ്റ് സ്ട്രക്ചറിനെ പറ്റിയുള്ള ഇൻഫോർമേഷൻ നമുക്ക് തരുന്നുണ്ട്. അത് കാരണം ആ പേരിൽ എവിടെയെങ്കിലും എന്തെങ്കിലും തെറ്റിയാൽ മൊത്തം പോയി. ഓക്കെ, നിങ്ങൾ പിന്നെ പലരും മിസ്റ്റേക്ക് വരുത്തുന്നതാണ്. എങ്ങനെയാണ് എണ്ണുമ്പോൾ ഇപ്പോൾ നേരെ എണ്ണി പോവുക, ഇങ്ങനെ എണ്ണി പോവുക, ഇങ്ങനെ അത് മാത്രമല്ല, നമുക്ക് എങ്ങനെ വേണേലും എണ്ണാം. എണ്ണുമ്പോൾ ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റം ഉള്ളതിനെ കണ്ടുപിടിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത്, ഇങ്ങനെ എണ്ണിയിട്ട് ഇങ്ങനെ തിരിച്ചു വരുന്നവർ അങ്ങനെയൊന്നുമില്ല. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് എണ്ണി പോകുമ്പം ഏറ്റവും ലോങ്ങസ്റ്റ് കണ്ടിന്യൂസ് ചെയിൻ ആണ് മെയിൻ ചെയിൻ ആയിട്ട് എടുക്കുന്നത്. അങ്ങനെ അപ്പൊ ഇതിന് ഈ ഒരു പേര് കൊടുത്താൽ ആകെ ഇത് മാത്രമേ വരുള്ളൂ. ഓക്കെ, അടുത്തൊരു മോളിക്യൂൾ നമുക്ക് കിട്ടി, നോക്കാം. ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദെയർ ഇൻ ദ മെയിൻ ചെയിൻ? മെയിൻ ചെയിൻ ഐഡന്റിഫൈ ചെയ്യുക, ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ. ഞാൻ അങ്ങനെ എണ്ണി നോക്കി, അപ്പൊ അതാണ് എനിക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് വേറെ എണ്ണി നോക്കിയാലും ഇതേ വരുള്ളൂ. ഇനി നമ്പർ ചെയ്ത് കൊടുക്കുക. സെൻട്രൽ ആയതുകൊണ്ട് എങ്ങനെ എണ്ണിയാലും കുഴപ്പമില്ല. 1 2 3 4 5. ആദ്യത്തേന്റെ ആൻസർ നമുക്ക് ഇപ്പൊ തന്നെ എഴുതാം. ഫസ്റ്റ് പാർട്ടിന്റെ ആൻസർ എന്താ? ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദെയർ ഇൻ ദ മെയിൻ ചെയിൻ? 5. B part. What is the position number of the branch? 3. അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. ഫസ്റ്റ് പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ആക്കുന്നു. 3 ഹൈഫൻ മീതൈൽ. 5 കാർബൺ ആറ്റം ഉള്ളതുകൊണ്ട് പെന്റ്, എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എയിൻ. എന്ത് ഈസി ആയിട്ട് നമുക്ക് 3 മാർക്ക് കിട്ടും. ഓക്കെ, നിങ്ങളിപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ പോസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ട്രൈ ചെയ്യാൻ നോക്കുക, എന്നിട്ട് ആൻസർ ചെക്ക് ചെയ്യുക. അങ്ങനത്തെ ഒരു രീതിയിൽ പോവുക. ഓക്കെ, ഇത് കുറച്ചുകൂടെ ഒന്ന് ടഫാക്കി. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ എങ്ങനെ എണ്ണുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്? ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദെയർ ഇൻ ദ മെയിൻ ചെയിൻ? അതാണ് ക്വസ്റ്റ്യൻ. ഇതാണോ മെയിൻ ചെയിൻ? 1 2 3 4 5. അങ്ങനെ എണ്ണുമ്പം എനിക്ക് 5 ആണ് കിട്ടുന്നത്. ഇങ്ങനെ എണ്ണിയാലോ? 1 2 3 4 5 6. അങ്ങനെ എണ്ണുമ്പോൾ എനിക്ക് 5 6 കിട്ടുന്നുണ്ട് അല്ലേ? അപ്പൊ ഏതാണ് മെയിൻ ചെയിൻ ആയിട്ട് എടുക്കാവുന്നത്? എനിക്ക് ഇങ്ങനെ എടുക്കാമല്ലോ, 1 2 3 4 5 6. അപ്പൊ അത് ഞാൻ മെയിൻ ചെയിൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫസ്റ്റത്തെ ആൻസർ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദെയർ ഇൻ ദ മെയിൻ ചെയിൻ? 6. അടുത്തത് നെയിം ദ ബ്രാഞ്ചസ് പ്രസന്റ്. ഇതൊരു ബ്രാഞ്ചാണ്, ഇത് വേറൊരു ബ്രാഞ്ചാണ്. അപ്പൊ കണ്ടോ, നിങ്ങൾ ഇങ്ങനെ നേരെ എണ്ണി പോയിരുന്നെങ്കിൽ ഇത് നിങ്ങളൊരു ബ്രാഞ്ച് ആയിട്ട് എടുത്തേനെ. അപ്പൊ അത് തെറ്റിപ്പോയി. കാരണം നമ്മൾ ലോങ്ങസ്റ്റ് കണ്ടിന്യൂസ് ചെയിൻ എടുക്കുമ്പം അത് ബ്രാഞ്ച് അല്ല, അത് മെയിൻ ചെയിന്റെ ഭാഗമാണ്. ഇത് രണ്ടുമാണ് ബ്രാഞ്ച്. അപ്പൊ രണ്ട് ബ്രാഞ്ചുകളും ഏതൊക്കെ തന്നെയാണ്? നെയിം ദ ബ്രാഞ്ചസ് പ്രസന്റ്. മീതൈൽ. രണ്ടും മീതൈലാണ് അല്ലേ? ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ ദി പൊസിഷൻ നമ്പർ ഓഫ് ദി ബ്രാഞ്ചസ്. അതിന് നമ്മൾ ലോവസ്റ്റ് നമ്പർ കൊടുക്കണം. ഇപ്പൊ ഞാൻ ഇവിടുന്ന് 1 2 3 4 5 6 കൊടുത്താൽ ഏതൊക്കെ പൊസിഷൻ നമ്പേഴ്സാണ് വരുന്നത്? 3, 5 വരും. പക്ഷെ അതിലും ലോവസ്റ്റ് നമ്പർ പോസിബിൾ ആണ്. എങ്ങനെ എണ്ണിയാൽ? തിരിച്ചെണ്ണിയാൽ 1 2 3 4. ഇങ്ങനെ എണ്ണി പോകുമ്പോൾ നമുക്ക് എന്ത് പറ്റി? 1 2 3 2ഉം 4ലും കിട്ടി. അപ്പൊ ഐഡന്റിഫൈ ദി പൊസിഷൻ നമ്പർ ഓഫ് ദി ബ്രാഞ്ചസ് 2, 4. സെക്കൻഡ് കാർബൺ ആറ്റത്തിലും ബ്രാഞ്ച് ഉണ്ട്, ഫോർത്ത് കാർബൺ ആറ്റത്തിലും ബ്രാഞ്ച് ഉണ്ട്. ഇനി നമ്മൾ IUPAC നെയിം എഴുതുമ്പോൾ 2, 4 ആദ്യം തന്നെ പൊസിഷനിൽ തുടങ്ങി. രണ്ടും മീതൈൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഡൈ 2, 4 ഡൈ മീതൈൽ. ഇനിയും 6 കാർബൺ ആറ്റം ഉള്ളതുകൊണ്ട് ഹെക്സെയിൻ. അതാണ് അതിന്റെ IUPAC നെയിം വരിക. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങൾ നിങ്ങളുടെ ടൈം എടുത്ത് പോസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് തന്നെ സോൾവ് ചെയ്തിട്ട് മാത്രം ആൻസേഴ്സ് നോക്കാൻ പോവുക. ഓക്കെ, ഇവിടെ നമുക്ക് ബ്രാഞ്ച് അല്ല വന്നിരിക്കുന്നത്, നമുക്ക് ട്രിപ്പിൾ ബോണ്ടിന്റെ പൊസിഷൻ എടുത്ത് കറക്റ്റ് IUPAC നെയിം എടുക്കാനാണ്.
ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ ആദ്യം തന്നെ നോക്കുമ്പോൾ ഇത് തന്നെയാണ്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്പർ ചെയ്യുക. ഫസ്റ്റ് മെയിൻ ചെയിൻ കണ്ടുപിടിച്ചു, പിന്നെ നമ്പറിങ് ചെയ്യുക. ഇവിടെ ബ്രാഞ്ച് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ നമ്പർ കൊടുക്കുമ്പം ഈ ട്രിപ്പിൾ ബോണ്ടിന് ഏറ്റവും ചെറിയ നമ്പർ കൊടുക്കാൻ നോക്കുക. ട്രിപ്പിൾ ബോണ്ട് ഉള്ള കാർബൺ ആറ്റത്തിൽ. അപ്പോൾ 1 തന്നെ ഞാൻ കൊടുത്തു. വാട്ട് ഈസ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട് ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അത് നമുക്ക് പണ്ട് തൊട്ടേ പഠിച്ചു. C4 1 2 3 4 C4H 1 2 3 4 5 6 C4H6 എന്നായി ഇതിന്റെ പേര്. മോളിക്കുലാർ ഫോർമുല C4H6 ആയി. IUPAC നെയിം പറയുമ്പോൾ നമ്മൾ ബ്യൂട്ടിന്ന് തുടങ്ങുവാണ്. 4 കാർബൺ ആറ്റം ഉള്ളതുകൊണ്ട് ബ്യൂട്ട് ഫസ്റ്റ് കാർബൺ ആറ്റത്തിൽ ആണ് ട്രിപ്പിൾ ബോണ്ട്. അത് കാരണം ബ്യൂട്ട് 1 YNE എന്ന് വരും IUPAC നെയിം. നിങ്ങൾക്ക് സോൾവ് ചെയ്തപ്പോൾ കിട്ടിയായിരുന്നോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ hydrocarbon is given below. Write the molecular formula of the given hydrocarbon. മോളിക്കുലർ ഫോർമുല എഴുതാൻ ഭയങ്കര എളുപ്പമാണ്. എത്ര കാർബൺ ആറ്റംസ് ഉണ്ടെന്ന് ആദ്യം നോക്കിയേ. 1 2 3 4 5 6 7 കാർബൺ ആറ്റംസ്. അപ്പോൾ C7H എത്രയാണ് ഹൈഡ്രജൻ ഉണ്ട്? 3 4 5 6 7 8 9 10 11 12 13 14 15 16 C7H16 എന്ന് കിട്ടി. ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദെയർ ഇൻ ദ ലോങ്ങസ്റ്റ് ചെയിൻ? നിങ്ങൾ നേരെ നിവർന്ന് കിടക്കുന്ന കാണുന്നതുകൊണ്ട് ഇത് ചിലപ്പോൾ ലോങ്ങസ്റ്റ് ചെയിൻ ആയിട്ട് എടുക്കും. പക്ഷെ അത് തെറ്റാണ്. ഇതാണ് ലോങ്ങസ്റ്റ് ചെയിൻ. കാരണം ഇങ്ങനെ എണ്ണുമ്പോൾ 1 2 3 4 5 6 കാർബൺ ആറ്റംസ് നമുക്ക് വരും. പക്ഷെ നേരെ കിടക്കുന്ന ഈ ചെയിൻ എടുത്താൽ 5 എണ്ണേ വരുള്ളൂ. ഇനി അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ എത്രയാണ്? 6 ആണെന്ന് മനസ്സിലായി. അടുത്തത് നെയിം ദ ബ്രാഞ്ച് പ്രസന്റ്. ഇതാണ് ബ്രാഞ്ച്. CH3 ബ്രാഞ്ചിന്റെ പേരെന്താ? മീഥൈൽ. അപ്പൊ IUPAC നെയിം വരുമ്പോൾ നമ്മൾ കറക്റ്റ് രീതിയിൽ നമ്പർ ചെയ്ത് കൊടുക്കുക. ഇവിടെ നിന്നാണ് നമ്പർ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കാണും. ലോവസ്റ്റ് നമ്പർ കൊടുക്കുമ്പോൾ ഇങ്ങനെ നമ്പർ ചെയ്യണം. 3 methyl hexane. 3 to indicate the position of the branch. Methyl എന്ത് ബ്രാഞ്ച് ആണെന്ന് പറയാൻ. ഹെക്സ് 6 കാർബൺ ആറ്റംസ് ഉള്ളതുകൊണ്ട് എയിൻ എല്ലാം സിംഗിൾ ബോണ്ട് ആയിട്ട്. അപ്പൊ ഒരു പേരിനകത്ത് പലതും നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് അല്ലെ? പേര് കറക്റ്റ് ആയിട്ട് കൊടുക്കണം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. ദി സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് ഗിവൺ. റൈറ്റ് ഡൗൺ ദി IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. ആദ്യം തന്നെ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന IUPAC നെയിം ഓഫ് ദി കോമ്പൗണ്ട് പറയാൻ വേണ്ടിയാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. IUPAC നെയിം എഴുതാൻ നമ്മൾ ആദ്യം ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ കണ്ടുപിടിക്കുക. ഇതാണ് ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ. ഇനി നമ്പറിങ് ചെയ്ത് കൊടുക്കുക. ഇവിടെയാണ് ഡബിൾ ബോണ്ട് ഉള്ളത്. അപ്പൊ സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്ക് നമ്മൾ ഏറ്റവും ചെറിയ നമ്പർ കൊടുക്കണം. പ്രിഫറൻസ് കൊടുക്കണം. 1 2 3 4. അപ്പൊ IUPAC നെയിം പറയുമ്പോൾ എന്താണ് വരിക? നമ്മൾ ആദ്യം ബ്യൂട്ട്, കാരണം 4 കാർബണാറ്റേ ഉള്ളൂ. ഈ ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ഒക്കെ പേരിന്റെ ഉള്ളിലായിട്ടാണ് കൊടുക്കുന്നത്, സഫിക്സ് ആയിട്ട് പേര് കഴിഞ്ഞിട്ട്. ബ്യൂട്ട് 1 ഈൻ, ബ്യൂട്ട് 1 ഈൻ. അതാണ് ഇവിടുത്തെ നെയിം വരിക. വാട്ട് ഈസ് ഇറ്റ്സ് മോളിക്കുലാർ ഫോർമുല? അത് എഴുതാൻ നിങ്ങൾക്ക് ആദ്യം തൊട്ടേ അറിയാം. C4H 4 കാർബണാറ്റം ഉള്ളതുകൊണ്ട് C4. ഇനി ഹൈഡ്രജന്റെ കാര്യം നോക്കിയാൽ 1 2 3 4 5 6 7 8 C4H8 എന്നാണ് വരിക. വാട്ട് ഈസ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ദി അഡ്ജസന്റ് ഹോമോലോഗ് കമ്മിങ് ആഫ്റ്റർ ഇറ്റ്? ഹോമോലോഗ് എന്ന് പറഞ്ഞാൽ അടുത്ത മെമ്പർ. ഈ ഹോമോലോഗ സീരീസിൽ C4H8 എന്ന് പറഞ്ഞാൽ അത് CnH2n ടൈപ്പ് അല്ലേ? CnH2n ടൈപ്പ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഒരു ആൽക്കീനാണ്. അപ്പൊ ഈ C4H8 കഴിഞ്ഞു വരുന്ന ആൽക്കീൻ ഏതാണ്? അതൊരു C5 ആയിരിക്കും. C5 അടുത്ത മെമ്പർ. ഇതിലേക്ക് ഒരു CH2 യൂണിറ്റും കൂടെ ആഡ് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. അപ്പൊ C5H8+2 അങ്ങനെ വേണം നിങ്ങൾക്ക് എടുക്കാം. 8+2 വരുമ്പോൾ 10. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും എടുക്കാം. C5H2n. അപ്പൊ 2 × 5 10. അപ്പൊ അടുത്ത ഹോമോലോഗിന്റെ ഫോർമുല വരുന്നത് C5H10 ആണ്. C5H10 എന്താണ്? പെൻറ്റീൻ ആണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാം.
ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദെയർ ഇൻ ദ മെയിൻ ചെയിൻ? പല രീതിയിൽ എണ്ണി നോക്കുക, വളഞ്ഞും തിരിഞ്ഞൊക്കെ എണ്ണി നോക്കുക. അത് ഞാൻ ഇങ്ങനെ എണ്ണി നോക്കി, 1 2 3 4 5, 5 ഉള്ളൂ. ഇങ്ങനെ എണ്ണി നോക്കി, 1 2 3 4 5, ഇപ്പോഴും 5 ഉള്ളൂ. എന്നാൽ ഇങ്ങനെ എണ്ണി നോക്കിയാലോ, 1 2 3 4 5 6, 6 അപ്പൊ അതാണ് നമ്മുടെ മെയിൻ ചെയിൻ. മെയിൻ ചെയിൻ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദെയർ ഇൻ ദ മെയിൻ ചെയിൻ? 6. ഇനി നമ്മൾ പൊസിഷൻ കൊടുക്കുക. അപ്പൊ ബ്രാഞ്ച് ആയിട്ട് കിടക്കുന്നത് 2 മീഥൈൽ ഗ്രൂപ്പുകളാണ്. അപ്പൊ അവർക്ക് ഏറ്റവും ചെറിയ പൊസിഷൻ ഇട്ട് കൊടുക്കാൻ നോക്കുക. ഇവിടുന്ന് എണ്ണുമ്പോഴല്ലേ ഏറ്റവും ചെറിയ പൊസിഷൻ കിട്ടുക. അത് കാരണം 1 2 3 4 5 6 ഇങ്ങനെ ഞാൻ എണ്ണുന്നു. അപ്പൊ ഏതൊക്കെ കാർബൺ ആറ്റത്തിലാ ബ്രാഞ്ചുകളുള്ളത്? 2, 4. അപ്പൊ IUPAC നെയിം വരുമ്പോൾ എന്ത് വരും? 2, 4 ഡൈ മീഥൈൽ. 6 കാർബൺ ആറ്റം ഉള്ളതുകൊണ്ട് ഹെക്സ് എയിൻ. 2, 4 ഡൈ മീഥൈൽ ഹെക്സെയിൻ എന്ന് വരും ആൻസർ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയേ. ഇത് നമുക്ക് നേരെ തിരിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളതാണ്. നമുക്ക് മോളിക്കുലാർ ഫോർമുല അല്ല തന്നിട്ടുള്ളത്, IUPAC നെയിമാണ് തന്നിട്ടുള്ളത്. IUPAC നെയിമിൽ നിന്ന് നമ്മൾ എങ്ങനെ അതിന്റെ സ്ട്രക്ചർ വരയ്ക്കണം. ആദ്യം നമുക്ക് സ്ട്രക്ചറൽ ഫോർമുലയാണ് വരയ്ക്കേണ്ടത്. നിങ്ങൾക്ക് പോസ് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയുടെ ലെങ്ത് കൂടാണ്ടിരിക്കാൻ വേണ്ടി ആണ് ഞാൻ പറഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ബ്രേക്ക് എടുക്കാം, കണ്ടു നോക്കുക. ഇതെല്ലാം PYQ ഡിസ്കഷൻസ് ആണ്. നിങ്ങളുടെ ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. മാക്സിമം നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാണാൻ വേണ്ടിയും അതിന്റെ ഒപ്പം തന്നെ സൊല്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുകൊണ്ടിരിക്കാൻ വേണ്ടിയാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണ്ടേ, ആ വേർഡ് റൂട്ട് ഏതാണെന്ന് നോക്കണം. ബ്യൂട്ടാണ്. ബ്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 4 കാർബൺ ആറ്റം. ബ്യൂട്ട് ഞാൻ വരച്ചു കഴിഞ്ഞു. എയിൻ ആണ്. അപ്പൊ ഓക്കെ, എല്ലാം സിംഗിൾ ബോണ്ട് ആണ്. അത് കഴിഞ്ഞ് 2 3 ഡൈമീഥൈൽ. സെക്കൻഡ് കാർബൺ ആറ്റത്തിനകത്തും തേർഡ് കാർബൺ ആറ്റത്തിനകത്തും മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ നിങ്ങൾക്ക് വേണം മുകളിലോട്ടും വരയ്ക്കാൻ, ഒരു കുഴപ്പമില്ല. സെക്കൻഡ് കാർബൺ ആറ്റത്തിനകത്തും ഉണ്ട്, തേർഡ് കാർബൺ ആറ്റത്തിനകത്തും മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഇനിയും കാർബണിന്റെ വാലൻസി സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുക. ഈ കാർബൺ ആകെ ഒരു ബോണ്ടേ ഉള്ളൂ. അപ്പൊ ഇനി 3 ഹൈഡ്രജൻ ആറ്റം കയറാം. ഈ കാർബൺ ഇപ്പം 3 ബോണ്ടുകളുണ്ട്, അപ്പോൾ ഒരു ഹൈഡ്രജൻ ആറ്റം കൂടെ കയറുള്ളൂ. ഈ കാർബൺ 3 ബോണ്ടുകളുണ്ട്, അത് കാരണം ഒരു ഹൈഡ്രജൻ ആറ്റമേ കയറുള്ളൂ. ഈ കാർബൺ ആറ്റത്തിന് ആകെ ഒരു ബോണ്ടേ ഉള്ളൂ, അത് കാരണം 3 ഹൈഡ്രജൻ ആറ്റം കയറും. അപ്പോൾ ദിസ് ഈസ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് 2 3 ഡൈമീഥൈൽ ബ്യൂട്ടൈൻ. ഇനി അടുത്ത ബി പാർട്ട്. എ ഹൈഡ്രോകാർബൺ ഹാസ് 4 കാർബൺ ആറ്റംസ് ഇൻ ദ മെയിൻ ചെയിൻ. There are 2 methyl groups on the second carbon atom. അപ്പൊ നമുക്ക് അതിന്റെ സ്ട്രക്ചർ ഒന്ന് വരച്ചു നോക്കാം. A hydrocarbon has 4 carbon atoms in the main chain. So 4 കാർബൺ ആറ്റം ഉള്ള ഒരു ഹൈഡ്രോകാർബൺ വരച്ചു. There are മെയിൻ ചെയിനിലാണ് കേട്ടോ, 4 കാർബൺ ആറ്റംസ് ഇൻ ദ മെയിൻ ചെയിൻ എടുത്ത് പറഞ്ഞുകൊണ്ട്. There are 2 methyl groups in the second carbon atom. സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ 2 മീഥൈൽ ഗ്രൂപ്പുകളുണ്ട്. ഇനി അതിന്റെ സ്ട്രക്ചർ വരയ്ക്കാൻ ചോദിച്ചിട്ടില്ല, ഞാൻ ജസ്റ്റ് വരച്ച് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ പേരെന്ത് വരും? റൈറ്റ്, ഇറ്റ്സ് IUPAC നെയിം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പം 2, 2 നിങ്ങൾക്ക് സ്ട്രക്ചർ വരയ്ക്കാണ്ടും വേണം പറയാം. 2, 2 ഡൈമീഥൈൽ ബ്യൂട്ടൈൻ എന്ന് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ സമയം കളയാണ്ട്. ഇവിടെയും നമ്മുടെ ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഞാൻ റൂളായിട്ട് പറഞ്ഞു തന്നില്ലെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. ആദ്യം നമ്മൾ മെയിൻ ചെയിൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. മെയിൻ ചെയിൻ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ബ്രാഞ്ചുകൾ ഏതാണ് അവർക്ക് ഏറ്റവും ചെറിയ നമ്പർ വരുന്ന രീതിയിൽ അവരെ നമ്പർ ചെയ്യാൻ നോക്കുക. അതൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ IUPAC നെയിം കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം നമുക്ക് അതൊന്നും ചെയ്യാം. ഇങ്ങനെ എണ്ണിയാൽ എത്ര കാർബൺ ആറ്റം? 1 2 3 4 5, 5. അതേസമയം ഞാൻ ഇങ്ങനെ എണ്ണി നോക്കിയാലോ, 1 2 3 4 5 6, 6 കാർബൺ ആറ്റം. അപ്പം ഇങ്ങനെ എണ്ണുമ്പോഴാണ് ഇത് വരുന്നത്. വാട്ട് ഈസ് ദ മോളിക്കുലാർ ഫോർമുല എന്ന് ചോദിച്ചാൽ മെയിൻ ചെയിനിലുള്ളത് മാത്രമല്ല, എല്ലാം എടുക്കണം. കംപ്ലീറ്റ്ലി എടുത്ത് നോക്കിയിട്ട് അതിനകത്ത് എത്ര ഇത് വരുന്നുണ്ടെന്നുള്ളതാണ് മോളിക്കുലാർ ഫോർമുലയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മോളിക്കുലാർ ഫോർമുല എടുത്ത് നോക്കുമ്പം എത്ര കാർബൺ ആറ്റം ഉണ്ട് മൊത്തത്തിൽ? 1 2 3 4 5 6 7. C7. എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട് മൊത്തം എണ്ണിക്ക്? 1 2 3 4 5
6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16. C7 it's 16 ആണ്. നെയിം ദ ബ്രാഞ്ച് പ്രസന്റ്. ഈ ബ്രാഞ്ചിന്റെ പേരെന്താ? മീഥൈൽ. റൈറ്റ് ഡൗൺ ദി IUPAC നെയിം ഓഫ് ദി ഹൈഡ്രോകാർബൺ. നമ്മൾ നമ്പർ ചെയ്യണം. നമ്പർ ചെയ്യുമ്പോൾ ലോവസ്റ്റ് പോസിബിൾ നമ്പർ ഈ ബ്രാഞ്ചിന് വരാൻ നോക്കണം. അപ്പൊ 1, 2, 3. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇവിടുന്ന് നമ്പർ ചെയ്യുമ്പോഴേ ചെറുതാവുള്ളൂ. ഇതൊക്കെ കൂടുതലും ലോജിക്കാണ്. ഇപ്പൊ എന്താണ്? റൈറ്റ് ഡൗൺ ദി IUPAC നെയിം ഓഫ് ദിസ് ഹൈഡ്രോകാർബൺ. ആദ്യം നമ്പറിങ് തുടങ്ങുന്നു. 3. തേർഡ് കാർബൺ ആറ്റത്തില് മീഥൈൽ ഗ്രൂപ്പുള്ള ഹെക്സെയിൻ. അതാണ് ആൻസർ വരിക സി പാർട്ടിന്റെ. ഓക്കെ, ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ശ്രേയ wrote the IUPAC name of an organic compound as 4-methyl pentane. The teacher said that there is a mistake in the name and suggested to find out the correct name. Can you help Shreya to find the correct IUPAC name through the following steps? ഇപ്പൊ ശ്രേയ എന്ന് പറഞ്ഞൊരു കുട്ടി ഒരു മിസ്റ്റേക്ക് വരുത്തി 4-methyl pentane ഒരു പേരിട്ട് കൊടുത്തു. അപ്പൊ അതിലൊരു മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ആ 4-methyl pentane എങ്ങനെ വരും നമുക്കൊന്ന് വരച്ചു നോക്കണം. ആദ്യം നമ്മൾ 5 കാർബൺ ആറ്റത്തെ വേർഡ് റൂട്ട് കണ്ടുപിടിച്ചിട്ട് 5 കാർബൺ ആറ്റം വെച്ച് വരച്ചു. നമ്മൾ വരച്ചു 5 കാർബൺ ആറ്റം. പെൻറ്റെയിൻ ആൻഡ് എല്ലാം സിംഗിൾ ബോൺസ് ആണ്. ഓക്കെ, എല്ലാം കാർബൺ കാർബൺ സിംഗിൾ ബോൺസിലാണ് വരച്ചിരിക്കുന്നത്. 4-methyl എന്ന് പറഞ്ഞു. 1, 2, 3, 4. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായി കാണും എന്താണ് തെറ്റ് പറ്റിയെന്ന്, അല്ലെ? നമ്മൾ നമ്പർ കൊടുക്കുമ്പോൾ എപ്പോഴും ലെഫ്റ്റ് ടു റൈറ്റ് അങ്ങനത്തെ രീതി നമ്പർ അല്ല കൊടുക്കുന്നത്. ഏറ്റവും ലോവസ്റ്റ് പോസിബിൾ നമ്പർ ആണ് നമ്മൾ ബ്രാഞ്ചിന് കൊടുക്കാൻ ശ്രമിക്കേണ്ടത്. അതിനുവേണ്ടി നമുക്ക് എങ്ങനെ വേണേലും എണ്ണാം. ഇവിടെ ശരിക്കും എണ്ണേണ്ടത് ഇങ്ങനെയായിരുന്നു. ഇങ്ങനെ എണ്ണുന്നതിന് വരും. മെയിൻ ചെയിൻ ഇത് തന്നെ, പക്ഷെ നമ്പർ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടുന്ന് എണ്ണി നോക്കണമായിരുന്നു. 1, 2. ഇപ്പൊ സെക്കൻഡ് കാർബൺ ആറ്റത്തിനായിട്ടല്ലായിരുന്നോ ആ ബ്രാഞ്ച് വരുന്നത്? ഇപ്പൊ ഫ്രം ദി നെയിം റിട്ടൺ ബൈ ശ്രേയ റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് സ്ട്രക്ചറൽ ഫോർമുല. ശ്രേയ പറഞ്ഞതനുസരിച്ച് റൈറ്റ് വേർഡ് റൂട്ട് ഫോർ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ. അത് പെന്റാണ്. വേർഡ് റൂട്ട് ആണ് ചോദിച്ചത്. പെന്റാണ്. പെന്റെയിൻ വേണേൽ കൊടുക്കാം. വേർഡ് റൂട്ട് ഫോർ ദി നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് എന്ന് പറയുമ്പോൾ പെന്റാണ് വരിക. ഇനി റൈറ്റ് പൊസിഷൻ നമ്പർ ആൻഡ് നെയിം ഓഫ് ബ്രാഞ്ച്. പൊസിഷൻ നമ്പർ നിങ്ങൾക്ക് വേണേൽ പെന്റെയിൻ എഴുതിയാലും കുഴപ്പമില്ല. പൊസിഷൻ നമ്പർ ആൻഡ് നെയിം ഓഫ് ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ പൊസിഷൻ നമ്പർ ഇവിടെ നമ്മൾ ഇങ്ങനെയായിരുന്നു എണ്ണേണ്ടത്. അത് കാരണം 2 പൊസിഷൻ നമ്പർ. നെയിം ഓഫ് ബ്രാഞ്ച് എന്താണ്? മീഥൈലാണ്. 2-methyl. ഇനി കറക്റ്റ് IUPAC നെയിം എഴുതുമ്പോൾ എന്ത് വരും? 2-methyl പെന്റെയിൻ ആഡ് ചെയ്താൽ മതി. 2-methyl പെന്റെയിൻ എന്ന് വരും. ഓക്കെ, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ബ്രാഞ്ച്ഡ് ഹൈഡ്രോ കാർബൺസിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്, കിട്ടാവുന്ന അത്രയും. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ലോങ്ങസ്റ്റ് കാർബൺ ചെയിനെ കണ്ടുപിടിക്കുക. എങ്ങനെ വേണേലും നോക്കാം, വളഞ്ഞും തിരിഞ്ഞുമൊക്കെ, മുകളിൽ നിന്ന് താഴേക്ക്, താഴെ നിന്ന് മുകളിലേക്ക്, എങ്ങനെ വേണേലും. ഇനി ബ്രാഞ്ചുകൾ ഏതാണ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് ലോവസ്റ്റ് പോസിബിൾ നമ്പർ കൊടുക്കണം ആ ബ്രാഞ്ചുകൾക്ക്. കാരണം സ്പെഷ്യൽ ആയിട്ടുള്ള കാർബണാറ്റമാണ് ബ്രാഞ്ച് ഉള്ള കാർബണാറ്റം. ഈ ബ്രാഞ്ച് ഉള്ള കാർബണാറ്റമായ ഈ കാർബണാറ്റത്തിന് നമ്മൾ ഏറ്റവും ചെറിയ നമ്പർ കൊടുക്കണം. അത് കാരണം നമ്മൾ 2 കൊടുക്കുന്നത്. അത് കാരണമാണ് നമ്മൾ ഇവിടെ 2 കൊടുക്കുന്നത്, അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ്? നമ്മൾ നെയിം ചെയ്യുമ്പം ആദ്യം നമ്മൾ പൊസിഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു 2, പിന്നെ ഹൈഫൻ ഇട്ടിട്ട് ഏത് ബ്രാഞ്ചാണ് അതിന്റെ പേര് എഴുതുന്നു, മീഥൈൽ. പിന്നെ ആ മെയിൻ ചെയിൻ്റെ പേരും എന്ത് ടൈപ്പ് ബോണ്ടാണോ അതനുസരിച്ച്. അപ്പൊ 2-methyl pentane ഇതിന്റെ പേര് വന്നു. നിങ്ങൾക്ക് ക്ലാരിറ്റി ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മളപ്പം ഇതുവരെ ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബൺസ്, ബ്രാഞ്ച്ഡ് ചെയിൻ ഹൈഡ്രോ കാർബൺസ്, ക്ലോസ്ഡ് ചെയിൻ ഹൈഡ്രോ കാർബൺസ്, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് കണ്ടെയ്നിങ് ഡബിൾ ആൻഡ് ട്രിപ്പിൾ ബോൺസ്, ഇതൊക്കെ പേരിടാൻ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ എന്താണെന്നും ഫങ്ഷണൽ ഗ്രൂപ്പ് അടങ്ങിയിരിക്കുന്ന ഹൈഡ്രോ കാർബൺസിന് നമ്മൾ എങ്ങനെ പേര് കൊടുക്കും എന്നാണ്. അപ്പൊ ആദ്യം ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണെന്ന് മനസ്സിലാക്കണം. ആറ്റംസ് ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ദാറ്റ് ഇമ്പാർട്ട് എ സർട്ടൻ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ടു ദി ഓർഗാനിക് കോമ്പൗണ്ട് ആർ കോൾഡ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. ഒന്നെങ്കിൽ ഒരു ആറ്റം ആവാം,
ഇവിടെ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ അങ്ങനെ. അല്ലെങ്കിൽ എ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് OH അല്ലെങ്കിൽ COOH. അപ്പോൾ ഒന്നെങ്കിൽ ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റം അവരൊരു മോളിക്യൂളിൽ പ്രസന്റ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രസന്റ് ആയിട്ടുള്ള ഇപ്പോൾ ഈ ഗ്രൂപ്പ് ഓഫ് ആറ്റം പ്രസന്റ് ആയിട്ടുള്ള എല്ലാ മോളിക്യൂൾസും ചില പ്രോപ്പർട്ടീസ് സിമിലർ ആയിട്ട് കാണിക്കും, അല്ലെങ്കിൽ ചില സർട്ടൻ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് അവർക്ക് ആ ഗ്രൂപ്പിന്റെ പ്രസൻസിലൂടെ കിട്ടും. അങ്ങനത്തെ ഗ്രൂപ്പുകളെയാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ആദ്യത്തെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ് OH എന്ന് വിളിക്കും. ഈ OH ഗ്രൂപ്പ് ഉള്ള ആൾക്കാരെല്ലാവരും ആൽക്കഹോൾ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇനി കാർബോക്സിലിക് ഗ്രൂപ്പാണ് COOH. ഇതടങ്ങിയിരിക്കുന്ന ആൾക്കാരെ നമുക്ക് ജനറൽ ആയിട്ട് വിളിക്കാം കാർബോക്സിലിക് ആസിഡുകൾ എന്ന്. പിന്നെ ഉള്ളത് ഹാലോ ഗ്രൂപ്പ്, പിന്നെ ആൽക്കോക്സി ഗ്രൂപ്പ്. ഈ ആൽക്കോക്സി ഗ്രൂപ്പ് അടങ്ങിയിരിക്കുന്ന ആൾക്കാരെ നമ്മൾ ഈതേഴ്സ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഈതർ എന്ന് വിളിക്കും. ഇനി ഇവരുടെ പേര് ഇടുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ ബ്രാഞ്ച് ഒക്കെ പേരിന്റെ എവിടെയായിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്തത്? പേരിന്റെ ഫ്രണ്ടിലായിട്ട്, വിച്ച് മീൻസ് പ്രിഫിക്സ് ആയിട്ട്. ഇനി ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് അതൊക്കെ ഒരു പേരിന്റെ എവിടെയായിട്ടാ? ലാസ്റ്റ് ആയിട്ടാണ് വരുന്നത്, സഫിക്സ് ആയിട്ട്. അപ്പം ഈ ആൽക്കഹോൾ, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും കാർബോക്സിലിക് ഗ്രൂപ്പും നമ്മൾ പേരിന്റെ സഫിക്സ് ആയിട്ടായിരിക്കും ആഡ് ചെയ്യുക, പേരിന്റെ ഉള്ളിൽ, പേരിന്റെ അവസാനമായിട്ട്. ഓക്കെ, സഫിക്സ് ആയിട്ട്. ഇനി ഹാലോ ഗ്രൂപ്പ് ആണേലും ആൽക്കോക്സി ഗ്രൂപ്പ് ആണേലും നമ്മൾ പേരിന്റെ ഫ്രണ്ടിലായിട്ടായിരിക്കും അവരെ ആഡ് ചെയ്യുക. ഇതെങ്ങനെ ആഡ് ചെയ്യുന്നതൊക്കെ പഠിപ്പിച്ചു തരാം പ്രിഫിക്സ് ആയിട്ട്. ആ ഒരു കാര്യം ചിന്തിച്ചു നോക്കുക നിങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് ആൽക്കഹോൾസിനെ എങ്ങനെ പേരിടും നോക്കാം. ഇപ്പം ആൽക്കെയിൻ -C+ ഓൾ എന്നാണ് ആൽക്കഹോൾസിന് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇമാജിൻ ചെയ്യാം, ആൽക്കാൻ പ്ലസ് ഓൾ. അപ്പം ഈ CH3 എന്ന് പറഞ്ഞ ഒരു കാർബണാറ്റേ ഉള്ളൂ. അവിടെ നമ്മളപ്പം മെത്താണ് വേർഡ് റൂട്ട് അല്ലേ? അപ്പം മെത്താൻ വരെ ഞാൻ എഴുതി, ആൽക്കാൻ, മെത്താൻ, മെത്ത് പ്ലസ് ആൻ, മെത്താൻ. എന്നിട്ട് ആ ഇടുന്നതിന് പകരം OL എഴുതി, അപ്പം മെത്തനോൾ. അല്ലാണ്ട് മെത്തോൾ എന്ന് എഴുതല് മെത്തനോൾ. അതാണ് ആൽക്കാൻ പ്ലസ് ഓൾ എന്ന് പറഞ്ഞത്. ഇതാവുമ്പോഴോ 1 2 3 പ്രൊപ്പാൻ. പ്രൊപ്പാൻ ഓൾ. ഇത് വരുമ്പോഴോ 1 2 രണ്ട് കാർബണാറ്റം. അപ്പം എത്താണല്ലോ, എത്ത് ആൻ ഓൾ, എത്തനോൾ, ആൽക്കാനോൾ. ആ ഒരു കാര്യം മറന്നു പോകല്. മെത്തനോൾ, പ്രൊപ്പനോൾ, എത്തനോൾ. നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മെത്തോൾ അല്ല മെത്തനോൾ ആണ്, എത്തനോൾ ആണ്, പ്രൊപ്പനോൾ ആണ്. ഇതെന്ത് വരും? ഇപ്പൊ ഇവിടെ കണ്ടു, ഇവിടെയൊക്കെ ഇത് ഫസ്റ്റ് കാർബണാറ്റത്തിലായിരുന്നു, പക്ഷെ ഇവിടെ രണ്ടാമത്തെ കാർബണാറ്റത്തിലാണ്. അപ്പൊ നമ്മൾ നമ്പർ ചെയ്യണം. എന്നിട്ട് ആ ഡബിൾ ബോണ്ടിനും ട്രിപ്പിൾ ബോണ്ടിനും എന്താണോ ചെയ്തത് അതേപോലെ തന്നെ. ഇത് 3 കാർബണാറ്റം ആയതുകൊണ്ട് പ്രൊപ്പാൻ, ആൽക്കാൻ വരെ ഞാൻ എഴുതി, പ്രൊപ്പാൻ ഹൈഫൻ, എന്നിട്ട് ആ OH എവിടെയാണോ അത് ഒരു പൊസിഷൻ ഇൻഡിക്കേറ്റ് ചെയ്തിട്ട് ഓളിന് ആഡ് ചെയ്യുക. അപ്പൊ പ്രൊപ്പാൻ ടു ഓൾ എന്നായി ഇതിന്റെ പേര്. ഇതേ രീതിയിൽ നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പുകൾക്ക് അവരുടെ പൊസിഷൻ നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കണം. ഇനി കാർബോക്സിലിക് ആസിഡുകളെയും അതേപോലെ തന്നെയാണ്, ആൽക്കാൻ പ്ലസ് ഓയിക് ആസിഡ്, അങ്ങനത്തെ ഒരു രീതിയിൽ. അപ്പൊ ഇത് മെത്താൻ ഓയിക് ആസിഡ്, മെത്തനോയിക് ആസിഡ് എന്നായി. ഇതാണെങ്കിലോ എത്താനോയിക് ആസിഡ്. എത്തനോയിക് ആസിഡ് ആണ് നമ്മുടെ വിനിഗറിലുള്ള ആസിഡ്. ഇതിനെ കോമൺലി നമ്മൾ അസറ്റിക് ആസിഡ് എന്നും വിളിക്കും. പക്ഷെ IUPAC നെയിം മെത്തനോയിക് ആസിഡ് തന്നെയാണ്, എത്തനോയിക് ആസിഡ്, മെത്തനോയിക് ആസിഡ്. ഓക്കെ, അങ്ങനെയാണ് കാർബോക്സിലിക് ആസിഡുകളെ പേരിടുന്നത്. മെത്താൻ, ആൽക്കാൻ പ്ലസ് ഓയിക് ആസിഡ്, മെത്തനോയിക് ആസിഡ്, എത്തനോയിക് ആസിഡ്. ഇതിന്റെ പേരുകൾ നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഇനി ഇവിടെ എന്ത് ഹാലോജനാ പ്രസന്റ്? ക്ലോറിൻ ആണ്. അപ്പൊ നമ്മള് ക്ലോറിൻ ഉണ്ടായാൽ നമ്മൾ ക്ലോറോ എന്ന് വിളിക്കും. ഫ്ലൂറിൻ ആണെങ്കിൽ ഫ്ലൂറോ, ബ്രോമിൻ ആണെങ്കിൽ ബ്രോമോ, അയഡിൻ ആണെങ്കിൽ അയഡോ എന്ന് വിളിക്കും. പക്ഷെ ഇതൊക്കെ നമ്മൾ പേരിന്റെ ഫ്രണ്ടിലാണ് ഇടുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ പ്രിഫിക്സ് ആയിട്ടാണ് ചേർക്കുന്നത്. ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡും സഫിക്സ് ആയിട്ടാണ് ചേർക്കുന്നത്, പക്ഷെ ഹാലോജൻ നമ്മൾ പ്രിഫിക്സ് ആയിട്ട് ഫ്രണ്ടിൽ ചേർക്കണം. അപ്പം ഫസ്റ്റ് കാർബണാറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ മെയിൻ ചെയിൻ എടുത്തു. ഇപ്പൊ എല്ലാ പ്രാവശ്യം ഇങ്ങനെ ചെയ്തു പോകണമെന്നില്ലല്ലോ, നിങ്ങൾക്ക് ഇപ്പൊ ബൈ ഹാർട്ട് ആയി കാണും.
കാണുമ്പോൾ തന്നെ ഫസ്റ്റ് കാർബൺ ആറ്റത്തിൽ തന്നെയാണ് ക്ലോറിൻ. അപ്പം ഫസ്റ്റ് കാർബൺ ആറ്റത്തിൽ തന്നെ ക്ലോറോ ക്ലോറോ ഫസ്റ്റ് കാർബൺ ആറ്റത്തിൽ ക്ലോറിൻ ഉള്ള പ്രൊപ്പെയിൻ ക്ലോറോ പ്രൊപ്പെയിൻ, അതാണ് ഇതിന്റെ പേര് വരിക, ക്ലോറോ പ്രൊപ്പെയിൻ. ഓക്കെ, ഇവിടെ ആണെങ്കിൽ 2 ക്ലോറിൻ ആറ്റംസ് ഉണ്ട്. ഏതൊക്കെ കാർബൺ ആറ്റംസിലാണ്? ആദ്യം മെയിൻ ചെയിൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. മെയിൻ ചെയിൻ ഇതാണ്. നമ്പർ ചെയ്യുമ്പം ഇങ്ങനെ നമ്പർ ചെയ്യണം, 1 2 3 4. അങ്ങനെ വരുമ്പം രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ 2 ക്ലോറിൻ ആറ്റംസ് ഉണ്ട്. അപ്പം 2 ബ്രാഞ്ചിന് ചെയ്ത പോലെ തന്നെ 2,2, പിന്നെ ഡൈ എന്ന് പറയണം, ഡൈക്ലോറോ. ടോട്ടൽ എത്ര കാർബൺ ആറ്റംസ്? 4. സോ ഡൈക്ലോറോ ബ്യൂട്ടെയിൻ. ഇത് ക്ലോറിൻ വന്നുകൊണ്ടാണ് ക്ലോറോ എന്ന് ഇട്ടത്. ഫ്ലൂറിൻ ആണെങ്കിൽ ഫ്ലൂറോ ഇടണം, ബ്രോമോ ഇടണം, അയഡോ ഇടണം. ഓക്കെ, ഇനി അടുത്തതാണ് ഈതർ അല്ലെങ്കിൽ ആൽക്കോക്സി ഗ്രൂപ്പ്. അതെങ്ങനെയാണ് പേരിടുന്നത് എന്നുള്ളത് വളരെ സിമ്പിൾ ആണ്. പക്ഷെ അതിനു മുമ്പ് നമ്മൾ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ ആദ്യം കണ്ടുപിടിക്കണം. ഇവിടെ ഇതെടുത്താലും നമുക്ക് ലോങ്സ്റ്റ് കാർബൺ ചെയിൻ ആക്കാം, ഇതാണേലും ലോങ്സ്റ്റ് കാർബൺ ചെയിൻ ആക്കാം. കാരണം രണ്ടിടത്തും 2 കാർബൺ ആറ്റംസ് ഉള്ള കാർബൺ ചെയിനാണ് ഉള്ളത്. അപ്പൊ ഞാൻ ഇത് എടുക്കുന്നു എന്ന് വെച്ചോ. അപ്പൊ ഈ ഫ്രണ്ടിലുള്ള ഇതാണ് നമ്മുടെ ആൽക്കോക്സി ഗ്രൂപ്പ്. ആൽക്കോക്സി ഗ്രൂപ്പ് നമ്മൾ സാധാരണ കാണിക്കുന്നത് OR എന്നാണ്. ഒരു ഓക്സിജനും ഒരു ആൽക്കൈൽ ഗ്രൂപ്പും കൂടെ ചേർന്ന് OR ഗ്രൂപ്പ്. ആൽക്കോക്സി ഗ്രൂപ്പ്, ഫങ്ഷണൽ ഗ്രൂപ്പ് അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് വരുമ്പം എന്ത് ഇതാ വരുന്നത്? ഫ്രണ്ടിലൊരു ഇത് വരുന്നുണ്ട്. ഇപ്പൊ ആദ്യം ഒരു ഈഥൈൽ ഗ്രൂപ്പ്, പിന്നെ ഓക്സിജൻ, പിന്നെ നമ്മുടെ പേരന്റ് ചെയിൻ. അപ്പൊ നമ്മൾ പേരിടുമ്പം ഈതോക്സി ഈഥെയിൻ എന്ന് പേരിടും. ഈതോക്സി ഈഥെയിൻ. രണ്ടാമത്തെ കേസ് ആണെങ്കിൽ ഈ കേസിൽ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ ഏതാ? ഇതാണോ? അല്ല, ഇതാണ്. അപ്പൊ അത് നമ്മൾ പേരിന്റെ രണ്ടാമത്തെ ഭാഗമായിട്ടേ ഇടുള്ളൂ. അപ്പൊ ഈഥെയിൻ ആണ് രണ്ടാമത്തെ ഭാഗത്ത് ഇടുന്നത്. പക്ഷെ ആദ്യം നമ്മൾ എന്തിടും? ഇത് നമ്മൾ പറയണം. അപ്പൊ അതെന്താണ്? ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ മെത്ത് ഓക്സി അല്ലെങ്കിൽ മീതോക്സി ഈഥെയിൻ എന്ന് പേര് വരും. ഓക്കെ, ഇപ്പം പേര് വരുമ്പം മീതോക്സി ഈഥെയിൻ എന്ന് പേര് വന്നു. അപ്പൊ എപ്പോഴും ആലോചിക്കുക, എണ്ണം കൂടിയ കാർബൺ ആറ്റം ഉള്ള ചെയിനെ അല്ലെങ്കിൽ അതിനെ ആയിരിക്കും നമ്മൾ പേരന്റ് ചെയിനായിട്ട് എടുക്കുക. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയെന്ന് വെച്ചോ, ഡ്രോ ഈതോക്സി പ്രൊപ്പെയിൻ. ഈതോക്സി പ്രൊപ്പെയിന്റെ സ്ട്രക്ചർ വരയ്ക്കാൻ ചോദിക്കുകയെന്ന് വെച്ചോ. ഈതോക്സി പ്രൊപ്പെയിന്റെ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യം ആ പേരന്റ് ചെയിനെ വരച്ചു വെക്കുന്നു ഞാൻ. 3 കാർബൺ ആറ്റമുള്ള പ്രൊപ്പെയിൻ, പിന്നെ ഓക്സി, പിന്നെ 2 കാർബൺ ആറ്റം, CH3 CH2O CH2 CH2 CH3 എന്ന് വന്നു. മനസ്സിലായില്ലേ? അപ്പം ഈതോക്സി പ്രൊപ്പെയിൻ എന്ന് വന്നു. ഓക്കെ, അങ്ങനെയാണ് ഫങ്ഷണൽ ഗ്രൂപ്പുകളെ നെയിം ചെയ്യുന്നത്. ഒരു കാര്യം കൂടെ പഠിക്കാനുണ്ട്, ഐസോമറിസം. ഐസോമറിസം എന്ന് പറഞ്ഞൊരു പ്രതിഭാസമാണ്, ഒരു ഫിനോമിനൻ ആണ്. അതിൽ കോമ്പൗണ്ട്സ് ഹാവിംഗ് ദ സെയിം മോളിക്കുലാർ ഫോർമുല ബട്ട് ഡിഫറെന്റ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. അങ്ങനെ നമുക്ക് കാണപ്പെടും. സെയിം മോളിക്കുലാർ ഫോർമുല ആയിരിക്കും കോമ്പൗണ്ട്സിന്, പക്ഷേ ഡിഫറെന്റ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കും. അങ്ങനെയുള്ള ആ ഒരു കോമ്പൗണ്ട്സിനെ നമ്മൾ വിളിക്കുന്നത് ഐസോമേഴ്സ് എന്നാണ്. കോമ്പൗണ്ട്സ് ഹാവിംഗ് ദ സെയിം മോളിക്കുലാർ ഫോർമുല ബട്ട് ഡിഫറെന്റ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. 3 തരത്തിലുള്ള ഐസോമറിസം ആണ് നമുക്ക് പഠിക്കാനുള്ളത് 10th സ്റ്റാൻഡേർഡിൽ. ചെയിൻ ഐസോമറിസം എന്ന് പറയാം. ഫങ്ഷണൽ ഐസോമേഴ്സ്, ആ കോമ്പൗണ്ട്സിനാണ് ഐസോമേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിനെ ഫിനോമിനെ ഫങ്ഷണൽ ഐസോമറിസം എന്ന് വിളിക്കും. അതേപോലെ തന്നെ പൊസിഷൻ ഐസോമേഴ്സ്. ഇവിടെ എല്ലാം നിങ്ങൾ ആലോചിച്ചോ, ഈ സെയിം മോളിക്കുലാർ ഫോർമുലയാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. സെയിം മോളിക്കുലാർ ഫോർമുല ആയിരിക്കും ഇവർക്ക് എല്ലാവർക്കും. അപ്പൊ ഐസോമേഴ്സിനെ ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ സെയിം മോളിക്കുലാർ ഫോർമുല ഉള്ളവരെ ആദ്യം നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ചെയിൻ ഐസോമേഴ്സ്. ഇവിടെ കണ്ടോ ഡെഫിനേഷനിൽ തന്നെ, കോമ്പൗണ്ട്സ് ഹാവിംഗ് സെയിം മോളിക്കുലാർ ഫോർമുല
but difference in their chain structures. But having difference in their chain structures. ഇതിന്റെ മോളിക്കുലാർ ഫോർമുല നമുക്കൊന്ന് എഴുതി നോക്കാം. ആദ്യത്തെ കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ ഫോർമുല C4H1 2 3 4 5 6 7 8 9 10 C4H10. അത് തന്നെയായിരിക്കും നമ്മൾ ഇവിടെ എണ്ണിയാലും കിട്ടുക C4H10. രണ്ട് പേരുടെയും മോളിക്കുലാർ ഫോർമുല സെയിം ആണ്. പക്ഷെ മെയിൻ ചെയിൻ സെയിം ആണോ? അല്ല. ഇവിടുത്തെ മെയിൻ ചെയിൻ 4 കാർബൺ ആറ്റം ഉള്ള ചെയിനാണ്. പക്ഷെ ഇവിടുത്തെ മെയിൻ ചെയിൻ 3 കാർബൺ ആറ്റം ഉള്ള ചെയിനാണ്. ഇതിവിടെ ബ്രാഞ്ചിങ് കാണിക്കുന്നുണ്ട്. ചെയിൻ ഡിഫറെന്റ് ആണ്. ഇതൊരു 4 കാർബൺ ചെയിൻ ആണെങ്കിൽ ഇതൊരു 3 കാർബൺ ചെയിനാണ്. അപ്പൊ അവരുടെ IUPAC നെയിമും മാറും. അവർ രണ്ടും സെയിം കോമ്പൗണ്ട്സ് അല്ല. ഇവിടുത്തെ പേരെന്താ? ഇത് ജസ്റ്റ് ബ്യൂട്ടെയിൻ. ഇവിടുത്തെ ഈ കോമ്പൗണ്ടിന്റെ പേരെന്താ? നമ്മൾ നേരത്തെ ഇതുപോലെ നമ്പർ ചെയ്യുന്നു 1 2 3 മീഥൈൽ പ്രൊപ്പെയിൻ. ഓക്കെ, അപ്പം ചെയിൻ ഐസോമേഴ്സിന്റെ എക്സാമ്പിൾ ചോദിച്ചാൽ നിങ്ങൾക്ക് വേണേൽ ബ്യൂട്ടെയിൻ എഴുതാം, 3 മീഥൈൽ പ്രൊപ്പെയിൻ എഴുതാം. അല്ലാണ്ട് ഇങ്ങനെ കണ്ടാൽ നിങ്ങൾ പറയാൻ പറ്റണം ഒരു ചെയിൻ ഐസോമേഴ്സ് ആണ്. അടുത്തത് ഫങ്ഷണൽ ഐസോമേഴ്സ്. Compounds having the same molecular formula but having a difference in their functional groups. ഇതെന്ത് ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരുന്നു? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ് അല്ലെ, OH ഗ്രൂപ്പ് ആണ്. ഈ ആദ്യത്തെ കോമ്പൗണ്ടിന് OH ഗ്രൂപ്പ് ആണുള്ളത്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്നത് എന്താ? ആൽക്കഹോൾസ് എന്ന് വിളിക്കും. ഇതെന്താണ്? ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് OR ആണ്. അപ്പൊ എന്താണ്? ഇത് ഈതർ ആണ്. ഓക്കെ, രണ്ടുപേരുടെയും പേര് അതനുസരിച്ച് മാറും. രണ്ടുപേരുടെയും മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കും. നിങ്ങൾ എണ്ണി നോക്കിയാൽ കാണാം രണ്ടുപേരുടെയും C3H1 2 3 4 5 6 7 8. ഇവിടെ ഈ ഹൈഡ്രജൻ എല്ലാം എണ്ണി നോക്കണം. പക്ഷെ ഇത് മാത്രമല്ല, ഒരു ഓക്സിജനും കൂടെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ആയിരിക്കും ഇതിന്റെ മോളിക്കുലാർ ഫോർമുല C3H8O. പക്ഷെ രണ്ടുപേരുടെ IUPAC നെയിം വേറെ ആയിരിക്കും, വിച്ച് മീൻസ് രണ്ടുപേരും സെയിം കോമ്പൗണ്ട് അല്ല. ഈ ആൾക്ക് നമ്മൾ പേര് കൊടുക്കുമ്പോൾ എന്ത് പേര് കൊടുക്കാം? പ്രൊപ്പാനോൾ അല്ലെ, പ്രൊപ്പാൻ 1-ol. പ്രൊപ്പാനോൾ ആണ്. പക്ഷെ ഇതെന്താണ്? മീതോക്സി ഈതെയിൻ. മീതോക്സി ഈതെയിൻ ആണ് ഇത്. ഓക്കെ, അടുത്തത് ലാസ്റ്റ് ടൈപ്പ് ഓഫ് ഐസോമറിസം ആണ് പൊസിഷൻ ഐസോമറിസം. പൊസിഷൻ ഐസോമറിസത്തിൽ സെയിം മോളിക്കുലാർ ഫോർമുല ആൻഡ് സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്. പക്ഷെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ മാറുന്നു. ഫങ്ഷണൽ ഗ്രൂപ്പിന് ഡിഫറെന്റ് പൊസിഷൻസ് ആവുന്നു. ഇവിടെ ഫസ്റ്റ് കാർബൺ ആറ്റത്തിലായിരുന്നു ആ OH ഫങ്ഷണൽ ഗ്രൂപ്പ്, പക്ഷെ ഈ കേസിൽ സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ. അപ്പം ആ പൊസിഷൻ മാറുന്നതനുസരിച്ച് ഇവരുടെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് മാറുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ 11th-ലും 12th-ലും പഠിക്കും. അപ്പൊ ഇവരുടെ പേര് തന്നെ മാറുന്നു. ഇതെന്താണ്? പ്രൊപ്പാൻ 1-ol. പക്ഷെ താഴെ കൊടുത്തിട്ടുള്ള ആളാരാ? പ്രൊപ്പാൻ 2-ol. പക്ഷെ രണ്ടുപേരുടെയും മോളിക്കുലാർ ഫോർമുല സെയിം ആണ്. എന്താണ്? C3H1 2 3 4 5 6 7 8 H8O എന്നായിരിക്കും രണ്ടുപേരുടെയും മോളിക്കുലാർ ഫോർമുല. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കുക, ഐസോമറിസം എന്ന് പറഞ്ഞാൽ സെയിം മോളിക്കുലാർ ഫോർമുല ബട്ട് ഡിഫറെന്റ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്നു. അങ്ങനെ കാണിക്കുന്ന കോമ്പൗണ്ട്സിനെ ഐസോമേഴ്സ് എന്ന് വിളിക്കും. ആ ഫിനോമിനെ ഐസോമറിസം എന്ന് വിളിക്കും. 3 ടൈപ്പ് ഉണ്ട്. സെയിം മോളിക്കുലാർ ഫോർമുല, ഡിഫറൻസ് ഇൻ ദിയർ ചെയിൻ സ്ട്രക്ചേഴ്സ് ആണെങ്കിൽ ചെയിൻ ഐസോമേഴ്സ്. സെയിം മോളിക്കുലാർ ഫോർമുല ബട്ട് ഡിഫറൻസ് ഇൻ ദിയർ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആണെങ്കിൽ ഫങ്ഷണൽ ഐസോമേഴ്സ്. അപ്പൊ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, ഫങ്ഷണൽ ഐസോമറിസം കാണിക്കുന്നവര് ആൽക്കഹോൾസും ഈതേഴ്സും ആണ്. അതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, ആൽക്കഹോൾസും ഈതേഴ്സും. അപ്പൊ ഈ ആൽക്കഹോളിന്റെ ഫോർമുല എന്നിട്ട് നിങ്ങൾ അതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്, ഫങ്ഷണൽ ഐസോമർ എഴുതാൻ പറഞ്ഞാൽ ഒരു ഈതറിനെ എഴുതണം, അതേപോലത്തെ സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉള്ളത്. നമ്മൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുപോലെ പൊസിഷൻ ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഇൻ ദ പൊസിഷൻസ് ഓഫ് ദി ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇവർക്ക് മോളിക്കുലാർ ഫോർമുലയും സെയിം ആണ്, ഫങ്ഷണൽ ഗ്രൂപ്പും സെയിം ആണ്, പക്ഷേ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ മാറും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് തുടങ്ങാം. OH ഇത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രൂപ്പിന്റെ പേരെന്താണ്? കാർബോക്സിലിക് ഗ്രൂപ്പ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. CH3COOH is the condensed formula of an organic compound. To which category does the compound belong?
കാർബോക്സിലിക് ആസിഡ് ആണല്ലോ, അപ്പൊ ആസിഡ്. ആൻസർ വരിക ആസിഡ് ആണ്. റൈറ്റ് ദി IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. 2 കാർബൺ ആറ്റം ഉണ്ട്. നമ്മൾ ആൽക്കാനോയിക് ആസിഡ് എന്നാണല്ലോ, അപ്പം എത്താനോയിക് ആസിഡ്, എത്തനോയിക് ആസിഡ്. റൈറ്റ് എനി വൺ യൂസ് ഓഫ് ദിസ് കോമ്പൗണ്ട്. ഇത് അസിറ്റിക് ആസിഡ് ആണ്, യൂസ്ഡ് ഇൻ വിനീഗർ. ഇത് നിങ്ങൾ അടുത്ത ചാപ്റ്റർ പഠിക്കുമ്പോഴായിരിക്കും നിങ്ങൾ പഠിക്കുക ഇതിനെപ്പറ്റി. അപ്പോൾ നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് കൂടെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ വന്നിരിക്കുന്നത്. The structural formula of an organic compound is given below. Identify the functional group present in this compound. Functional group എന്ന് പറഞ്ഞാൽ ഇവിടെ ആൽക്കോക്സി ഗ്രൂപ്പ് ആണ്. OR ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. OR നമ്മളിവിടെ ആൽക്കോക്സി ഗ്രൂപ്പ് എന്നാണ് ജനറലി നമ്മൾ വിളിക്കുക. ആൽക്കോക്സി ഗ്രൂപ്പ്. What are the compounds with the given functional group commonly called? Ethers. Ethers എന്നാണ് വിളിക്കുന്നത്. Ether. Write down the structural formula of its functional isomer and its IUPAC name. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു, ഈതറും ആൽക്കഹോൾസുമാണ് ഫങ്ഷണൽ ഐസോമർസം കാണിക്കുന്നത്. അപ്പം ഈ സെയിം മോളിക്കുലാർ ഫോർമുല ഉള്ളത്, ഈ മോളിക്കുലാർ ഫോർമുല അപ്പോൾ ആദ്യം നമ്മൾ എഴുതിയെടുക്കുക. C3H8O. ഈ മോളിക്കുലാർ ഫോർമുല ഉള്ള ആൽക്കഹോളിനെ നമുക്ക് വരയ്ക്കണം. അപ്പം 3 കാർബൺ ആറ്റത്തെ വരച്ചു, ഒരിടത്ത് OH ഗ്രൂപ്പ് കൊടുത്തു. ഇനി നമ്മൾ നേരെ ഫോർമുല എഴുതുന്നു. അപ്പൊ ഇതിന്റെയും C3H8 ആണ്, H8O ആണ്. നിങ്ങൾ എണ്ണി നോക്കിയാൽ ഇതിന്റെ പേരെന്ത് വരും? പ്രൊപ്പാൻ 1-ol, അല്ലെ പ്രൊപ്പാനോൾ എന്നും ഇടാം. അപ്പൊ അതാണ് ലാസ്റ്റത്തെ ആൻസർ. സ്ട്രക്ചറൽ ഫോർമുല എഴുതാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ ബോൺസും എടുത്ത് കാണിക്കാം. Some information about an organic compound is given. It has 3 carbon atoms in its main chain. It has a hydroxyl group attached to its second carbon atom. 3 കാർബൺ ആറ്റംസ് ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എ പാർട്ട് ആൻസർ ചെയ്യുവാണ്. 3 കാർബൺ ആറ്റം മെയിൻ ചെയിനിലുണ്ടെന്ന് പറഞ്ഞു. അത് ഫസ്റ്റത്തെ ഇൻഫർമേഷൻ. ഇറ്റ് ഹാസ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു ഇറ്റ്സ് സെക്കൻഡ് കാർബൺ ആറ്റം. അപ്പോൾ അത് ഞാൻ അറ്റാച്ച് ചെയ്തു. ഇനി കാർബണിന്റെ വാലൻസി സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുക. സ്ട്രക്ചറൽ ഫോർമുല ചോദിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതി വെക്കുന്നതാണ് നല്ലത്. മറ്റേത് കണ്ടൻസ് ഫോർമുല രീതിയിലാണ് പോകുന്നത്. റൈറ്റ് ഇറ്റ്സ് മോളിക്കുലാർ ഫോർമുല. C3H12345. ഈ OHലെ H എണ്ണാൻ മറക്കല്ല്. 1 2 3 4 5 6 7 8. C3H8O എന്ന് വരും. Write the structural formula of a functional isomer of this compound and write the IUPAC name. ഈ ഫോർമുല ഉള്ള ഒരു ഈതറിനെ എഴുതിയാൽ മതി. ആ ഫോർമുല ഉള്ള ഈതർ CH3O CH2 CH3. നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. അതിന്റെ പേര് വരുന്നത് എന്തായിരിക്കും? മീതോക്സി ഈതെന്ന് പേര് വരും. അതാണ് അതിന്റെ IUPAC നെയിം. ക്ലിയർ ആയല്ലോ? Write the general name of the compounds having carboxylic functional group. അവരെ ജനറൽ ആയിട്ട് വിളിക്കുക എന്താണ്? കാർബോക്സിലിക് ആസിഡ്സ് എന്ന് വിളിക്കും. ആ കോമ്പൗണ്ട്സിനെ ജനറൽ ആയിട്ട് കാർബോക്സിലിക് ആസിഡ്സ് എന്ന് വിളിക്കും. റൈറ്റ് ദി IUPAC നെയിം ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്സ്. ഫസ്റ്റ് കോമ്പൗണ്ട് എടുത്ത് നോക്കുമ്പം ആദ്യത്തെ കാർബൺ ആറ്റത്തിൽ ആണ് ഫ്ലോറിൻ ഗ്രൂപ്പ് ഉള്ളത്, ഫ്ലോറോ ഗ്രൂപ്പ് ഉള്ളത്. ഇപ്പൊ നമ്മൾ 1 ഫ്ലോറോ 1 ഫ്ലോറോ 2 കാർബൺ ആറ്റം ഉള്ളതുകൊണ്ട് 1 ക്ലോറോ ഈഡെയിൻ എന്ന് പേര് കൊടുക്കും. ബി നമ്മൾ ജസ്റ്റ് മുമ്പേ കണ്ടേ ഉള്ളൂ. ഈതേഴ്സിനെ നെയിം ചെയ്യുമ്പോൾ നമ്മൾ ലോങ്ങസ്റ്റ് കാർബൺ ചെയിനെ നമ്മൾ പേരന്റ് ചെയിൻ ആയിട്ട് എടുക്കുന്നു. അപ്പൊ മറ്റേതാണ് OR, ആ ആൽക്കോക്സി ഗ്രൂപ്പായിട്ട് മാറുന്നത്. അപ്പം ഫ്രണ്ടിൽ നമ്മൾ ചെറിയ കാർബൺ ആറ്റത്തെ മീതോക്സി എന്ന് ഇടുന്നു. മീതോക്സി ഈതെയിൻ.
Write the structural formula of an organic compound. Sorry, the structural formula of an organic compound is given. The compound having OR as the functional group are called ethers. അല്ലെങ്കിൽ ether. OR functional group ഉള്ളവരെ നമ്മൾ ether എന്ന് വിളിക്കും. Write the molecular formula of the compound C3H123456788H8O. Write the IUPAC name of the compound. നമ്മൾ ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുക. അത് കാരണമാണ് നിങ്ങൾക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യിപ്പിക്കുന്നത്. പല രീതിയിൽ ചോദിച്ചാൽ നിങ്ങൾ എഴുതാൻ പറ്റണം. ഈ കോമ്പൗണ്ടിന്റെ പേര് കണ്ടാൽ തന്നെ നമുക്ക് ഒന്നും ചെയ്യാനില്ല. മീതോക്സി ഈഥെയ്ൻ ആണ്. റൈറ്റ് ദി സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദി ഫങ്ഷണൽ ഐസോമർ. അതും നമ്മളിപ്പോൾ കണ്ടു. ഈതറുകൾ ഫങ്ഷണൽ ഐസോമറിസം കാണിക്കുന്നത് ആൽക്കഹോളുകളായിട്ടാണ്. സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആവണമെന്നേ ഉള്ളൂ. അപ്പം ഈ 3 നമ്പർ കാർബൺ ആറ്റം ഉള്ളൊരു ആൽക്കഹോളിനെ ഞാൻ അങ്ങ് വരയ്ക്കുന്നു. കാർബൺ ആറ്റംസിന്റെ വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഓക്കെ, ഇതിന്റെ പേരും കൂടെ നമുക്ക് വേണം എഴുതിയേക്കാം. പ്രൊപ്പാൻ 1-ol അല്ലെങ്കിൽ ജസ്റ്റ് പ്രൊപ്പാനോൾ ഇട്ടാലും കുഴപ്പമില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. റൈറ്റ് ദി കോമ്പൗണ്ട് ഹാവിംഗ് നോ ഫങ്ഷണൽ ഗ്രൂപ്പ്. 2-chloro, അവിടെ ക്ലോറോ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. മെത്തനോൾ, ഓൾ, ആൽക്കഹോൾ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഹൈഡ്രോക്സിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. മീതോക്സി മീഥെയ്ൻ. മീതോക്സി മീഥെയിന്റെ സ്ട്രക്ചർ ചുമ്മാ ഒന്ന് വരച്ച് കാണിച്ചതാണ്. CH3OCH3. അതാണ് മീതോക്സി മീഥെയിൻ. അവിടെയും ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ പെന്റെയിൻ ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഇല്ലാത്തത്. അപ്പൊ ഫസ്റ്റിന്റെ ആൻസർ എന്താ? പെന്റെയിൻ. വിച്ച് കോമ്പൗണ്ട് ഡസ് നോട്ട് ഷോ ഐസോമറിസം? ഒരു കാർബൺ ആറ്റം മാത്രമേ മെത്തനോളിനുള്ളൂ. അപ്പൊ മെത്തനോൾ ആണ് ഐസോമറിസം കാണിക്കാത്തത്. പെന്റെയിൻ ആണെങ്കിൽ ചെയിൻ ഐസോമറിസം കാണിക്കും. 2-chloro-butane ആണെങ്കിൽ പൊസിഷൻ ഐസോമറിസം കാണിക്കും. മീതോക്സി മീഥെയിൻ ഐസോമറിസം കാണിക്കുന്നത് ഫങ്ഷണൽ ഐസോമറിസം ആണ് വിത്ത് ആൽക്കഹോൾസ്. അപ്പം ഇതേ ഫോർമുല ഉള്ള ആളാണല്ലോ CH3CH2OH. അപ്പൊ അവരും ഐസോമറിസം കാണിക്കണം. ആകെ ഐസോമറിസം കാണിക്കാത്ത ആള് മെത്തനോൾ മാത്രം. അവിടെ ഒരു കാർബൺ ആറ്റം മാത്രം. വിച്ച് കോമ്പൗണ്ട് ഷോ പൊസിഷൻ ഐസോമറിസം? പൊസിഷൻ ഐസോമറിസം കാണിക്കുന്നത് 2-chloro-butane. കാരണം ആ ക്ലോറിനാറ്റം വേണേൽ ഫസ്റ്റ് കാർബൺ ആറ്റത്തിൽ വരാം. അപ്പൊ അത് 1-chloro-butane ആവും. വിച്ച് മീൻസ് സെയിം മോളിക്കുലർ ഫോർമുല, സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ്, ബട്ട് ഡിഫറൻസ് ഇൻ ദ പൊസിഷൻ ഓഫ് ദെയർ ഫങ്ഷണൽ ഗ്രൂപ്പ്. അതാണല്ലോ പൊസിഷൻ ഐസോമേഴ്സിന്റെ ഡെഫിനിഷൻ. പൊസിഷൻ ഐസോമർസം കാണിക്കുന്നത് ആകെ 2-chloro-butane. A and B are two organic compounds with different functional groups and having the same molecular formula C3H8O. ഇത് വീണ്ടും നമ്മൾ കണ്ടതാണ്. Write the structural formula of A having functional group OH. 3 കാർബൺ ആറ്റം വരച്ചു വെക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The structural formula of 2 organic compounds are given. Write the IUPAC name of the first compound. ഈ കോമ്പൗണ്ടിന്റെ IUPAC നെയിം നമ്മൾ പല പ്രാവശ്യം വീണ്ടും കണ്ടു. കാണുമ്പോൾ തന്നെ പറയാൻ പറ്റണം. മീതോക്സി ഈഥെയ്ൻ ആണ്. These 2 organic compounds are isomers. Why? Same molecular formula but different functional group. അപ്പൊ ബിയുടെ ആൻസർ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് why? Because they have same molecular formula but differ in their functional group. Okay, അടുത്തത് C part. Which type of isomerism is exhibited by them? Functional isomerism. കാരണം സെയിം functional group അല്ല. അപ്പൊ functional isomerism. Write the structural formula of the position isomer of the second compound.
പൊസിഷൻ ഐസോമർ എന്ന് പറഞ്ഞാൽ സെയിം മോളിക്കുലാർ ഫോർമുല, സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ്, ബട്ട് ഡിഫറൻസ് ഇൻ ദ പൊസിഷൻ ഓഫ് ദി ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇവിടെ ഫസ്റ്റ് കാർബൺ ആറ്റത്തിലായിരുന്നു, ഇത് നമ്മൾ സെക്കൻഡിൽ കൊണ്ടുപോയിട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എക്സാമിൻ ദി ഫോളോയിങ് കോമ്പൗണ്ട്സ് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ആ മോളിക്കുലാർ ഫോർമുല എഴുതി വെക്കുക. C2H6O, ഇതിന്റെ മോളിക്കുലാർ ഫോർമുല C3H8O, ഇതിന്റെ മോളിക്കുലാർ ഫോർമുല C3H8O, ഇതിന്റെ മോളിക്കുലാർ ഫോർമുല C2H6O. ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി. ഫൈൻഡ് ഔട്ട് ദി ഐസോമറിക് പെയർസ്. സെയിം മോളിക്കുലാർ ഫോർമുല ഉള്ള ആൾക്കാർ ഐസോമേഴ്സ് ആവുള്ളൂ. അപ്പോൾ 1 and 4 ഐസോമേഴ്സ് ആണ്, 2 and 3യും ഐസോമറിക് പെയർസ് ആണ്. വിച്ച് ഈസ് ദി ഫങ്ഷണൽ ഗ്രൂപ്പ് ഓഫ് CH3OCH3 OR ആൽക്കോക്സി ഗ്രൂപ്പ്? അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതി വെക്കാം, OCH3. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യുമ്പം സെയിം കൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് സോൾവ് ചെയ്ത് നോക്കാം. ഇവിടെ വരുമ്പം C4 H1 2 3 4 5 6 7 8 9 10 C4H10. അടുത്തതിന്റെ മോളിക്കുലർ ഫോർമുല എഴുതി നോക്കാം. ഇത് C3H8O, ഇത് വരുമ്പം C4H1 2 3 4 5 6 7 8 C4H8O, ഇത് 1 2 3 4 5 C3H1 2 3 4 5 6 7 8 C3H8O. Okay, write the structural formula of the chain isomer of the compound 1. ചെയിൻ ഐസോമർ. ഇപ്പൊ ആദ്യത്തെ ചെയിൻ ഐസോമർ, ഇതിപ്പം നേരെ പോയ ചെയിൻ ആയിരുന്നു, 4 മെമ്പർ ചെയിൻ ആയിരുന്നു. ഞാൻ അതിന്റെ ഒരു 3 മെമ്പർ ചെയിൻ ഐസോമർ വരയ്ക്കുക. 3 മെമ്പർ ചെയിൻ ആണെങ്കിൽ ബ്രാഞ്ച് ആയിട്ട് സെയിം നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് നമ്മൾ കൊടുക്കും. അപ്പൊ അതിന്റെ ആൻസർ വരിക ഇതാണ്. ഇതിന്റെ പേരെന്താണ്? 2-methyl propane. ഇത് എ പാർട്ടിന്റെ ആൻസർ. ബി പാർട്ടിന്റെ ആൻസർ, ഐഡന്റിഫൈ ദി പെയർ ഓഫ് ഫങ്ഷണൽ ഐസോമേഴ്സ്. ഫങ്ഷണൽ ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ സെയിം മോളിക്കുലാർ ഫോർമുല ബട്ട് ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. ഇവിടെ ആകെ 2 എണ്ണമേ ഉള്ളൂ. ഇവർക്ക് സെയിം മോളിക്കുലാർ ഫോർമുലയാണ് C3H8O, ഇവർക്കും സെയിം മോളിക്കുലാർ ഫോർമുലയാണ് C3H8O. അപ്പം 2 and 4 ആണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. An organic compound with OH as functional group has the molecular formula C3H8O. നമ്മൾ വീണ്ടും 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 സെയിം കൺസെപ്റ്റ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. നിങ്ങൾക്ക് അത് തറവാക്കാൻ വേണ്ടിയാണ് ഞാനിത് വീണ്ടും വീണ്ടും പറയുന്നത്. Write two possible structural formula of this compound. ആൻസർ എ. 2 സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറയുമ്പോൾ ആൽക്കഹോൾ ആണെന്ന് ആദ്യം തന്നെ പറഞ്ഞു. അപ്പൊ നമുക്ക് പൊസിഷൻ ഐസോമേഴ്സ് ആണ് വരയ്ക്കാനുള്ളത്. CH3 CH CH3 OH, അതൊരെണ്ണം. ഒരു പോസിബിൾ. അടുത്തത് CH3 CH2 CH2 OH, അടുത്ത പോസിബിൾ. Write the structure and IUPAC name of a functional isomer of the above compounds. സ്ട്രക്ചറും വരയ്ക്കണം, IUPAC നെയിം വരയ്ക്കണം. അതിനാണ് 1 മാർക്ക്. അതിൻ്റെ അടുത്തത് IUPAC നെയിമിനാണ് അടുത്ത മാർക്ക്. അപ്പം
നമ്മൾ നേരത്തെ തന്നെ കണ്ടു ആൽക്കഹോൾസ് ഷോ ഫങ്ഷണൽ ഐസോമറിസം വിത്ത് ഈതേഴ്സ്. അപ്പൊ ഈ സെയിം മോളിക്കുലർ ഫോർമിലുള്ള ഈതറിനെ വരച്ചാൽ മതി. CH3 CH2O CH3. പേര് വരുമ്പോൾ എന്ത് വരും IUPAC നെയിം? മീതോക്സി ഈതെയ്ൻ എന്ന പേര് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നെ സോൾവ് ചെയ്ത് നോക്കാം. 1 2 3 4 4 കാർബൺ ആറ്റം. അതിനു മുമ്പ് നമുക്ക് ആദ്യം മോളിക്കുലർ ഫോർമുല എല്ലാത്തിനും എഴുതി വെക്കാം. C4H10, ഇത് C4H 1 2 3 4 5 6 7 8 9 10 H10O. ഇത് വരുമ്പം C4H10O. ഇത് C3H8 എന്ന് വരും. ഐഡന്റിഫൈ ദി ഐസോമറിക് പെയർ ഇൻ ദ ഗിവൺ കോമ്പൗണ്ട്സ്. ഏതാണ് ഐസോമറിക് പെയർ? സെയിം മോളിക്കുലർ ഫോർമുല ഉള്ള ആൾക്കാരെ മാത്രം നോക്കിയാൽ മതി. ഇതിനാകെ സെയിം മോളിക്കുലർ ഫോർമുല ഉള്ള ആര് മാത്രമേ ഉള്ളൂ? C4H10Oയും C4H10O, ഈ രണ്ടെണ്ണം. ഏത് നിങ്ങളൊന്ന് എണ്ണി നോക്കുക. C4H10O, ഇത് രണ്ടുമാണ്. ഒരു ആൽക്കഹോളും ഒരു ഈതർ. അപ്പം 2 and 3. B part. Name the isomerism. Functional isomerism. How many isomers are possible for the compound 1? Compound 1-ന് നമുക്ക് 2 ഐസോമേഴ്സ് ആണ്. നമ്മൾ നേരത്തെ തന്നെ കണ്ടായിരുന്നു ചെയിൻ ഐസോമേഴ്സത്തിൽ. ഒരു ഐസോമർ ഇതാണ്, CH3, ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അടുത്തൊരു ഐസോമർ എന്ന് പറഞ്ഞാൽ CH3, ഒരു ബ്രാഞ്ച് ഉള്ള രീതിയിലുള്ള ഈ ഐസോമർ. ഹൗ മെനിന്നേ ചോദിച്ചിട്ടുള്ളൂ? 2. കാരണം 2 ചെയിൻ ഐസോമേഴ്സ് ആണ് പോസിബിൾ. How many carbon atoms are there in the longest chain? Okay, last question. ഒത്തിരി ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യുമല്ലായിരുന്നു. ഇവിടെ നമ്മൾ എത്ര എല്ലാത്തിനും നമുക്കൊന്ന് ഫോർമുല എഴുതി നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഐസോമറിക് പെയർസിനെ. അപ്പൊ ആദ്യം തന്നെ മോളിക്കുലർ ഫോർമുല എഴുതുന്നു. C5 ആണ്. C5H 1 2 3 4 5 6 7 8 9 10 11 12. C5H12. ഇതോ C3H8O. ഇത് വരുമ്പം ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കാണുമ്പോൾ തന്നെ ആദ്യം ചെയ്യേണ്ടത് മോളിക്കുലർ ഫോർമുല എഴുതണം എല്ലാത്തിൻ്റെയും. C5H 1 2 3 4 5 6 7 8 9 10 11 12. C5H12. ഇതിൻ്റെ C3H8O. ഇതിൻ്റെ C3H7Cl. ഇത് C3H8O. ഇത് C5H12. ഇത് C3H7Cl. അപ്പം ഐഡന്റിഫൈ ദി ഐസോമറിക് പെയർസ്. സെയിം മോളിക്കുലർ ഫോർമുല ഉള്ള ആൾക്കാർ ആരൊക്കെയാ? 1. 1ന്റെ ഐസോമറിക് പെയർ ആരാ? 1 and 1ഉം 5ഉം. 1ഉം 5ഉം. അടുത്ത ആരാ? 2ഉം 2 and 4. അതുപോലെ ഒരെണ്ണം കൂടെ ഉണ്ട്, 3 and 6. Which is the functional isomeric pair?
ഫങ്ഷണൽ ഐസോമറിസം കാണിക്കുന്ന ആരാ? 1ഉം 5ഉം കാണിക്കുന്നത് എന്താ? 1 and 5 ചെയിൻ ഐസോമറിസം ആണ്. അടുത്തത് 2 and 4 കാണിക്കുന്നത് എന്താ? 2 and 4 ഒരെണ്ണം ആൽക്കഹോളും ഒരെണ്ണം ഈതറും അല്ലേ? അപ്പൊ അതാണ് ഫങ്ഷണൽ ഐസോമറിസം കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 3 and 6 കാണിക്കുന്നത് എന്താ? പൊസിഷൻ ഐസോമറിസം ആണ്. അപ്പം വിച്ച് ഈസ് ദി ഫങ്ഷണൽ ഐസോമറിക് പെയർ? 2 and 4. അപ്പം കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ള അത്രയും തിയറി പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് വീഡിയോ പാസീവായിട്ട് വാച്ച് ചെയ്യാണ്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.